ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. മേടം രാശിക്കാരുടെ ഒക്ടോബർ മാസഫലമാണ് ഇവിടെ പറയുന്നത്. മേടം രാശിക്കാർക്ക് പൊതുവെ വളരെ നല്ല സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മേടം രാശിക്കാർക്ക് തന്നെ അവരുടെ ലൈഫിൽ നിന്ന് തന്നെ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാകുന്ന സമയമായിരിക്കും ഇത്. മേടക്കൂറുകാർക്ക് സൂര്യൻ ഒക്ടോബർ മാസത്തിൽ 6-ലും 7-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 16 വരെ 6-ലും പിന്നീട് 7-ലുമായിരിക്കും സഞ്ചരിക്കുന്നത്. സൂര്യൻ 6-ൽ സഞ്ചരിക്കുന്നതായ സമയത്ത് മേടക്കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും സൂര്യൻ നൽകുക. മേടക്കൂറുകാർക്ക് വ്യാഴം 2-ലാണ് സഞ്ചരിക്കുന്നത്. 2-ലെ വ്യാഴം അവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കൊടുക്കുക. ധനപരമായ ഉയർച്ച അവർക്ക് ഉണ്ടാവും. പുതിയതായി വീട് വാങ്ങാനും അതുമാതിരി വീട് മോടി പിടിപ്പിക്കാനൊക്കെ കഴിയാവുന്നതായ ഒരു സമയമായിരിക്കും. അതുമാതിരി വാഹനം വാങ്ങാനും പൊതുവെ ഒരു ഉയർച്ചയൊക്കെ ഉണ്ടാവുന്ന സമയമായിരിക്കും 2-ലെ വ്യാഴം കൊണ്ട്. അതുമാതിരി കുടുംബത്തിൽ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവുന്നത്, കുടുംബക്കാരെ കൊണ്ട് സഹായങ്ങളും എല്ലാം കിട്ടാൻ പറ്റുന്നതായൊരു സമയമാണ്. PSC ഒക്കെ എഴുതുന്നതായ ആളുകൾക്ക് കിട്ടാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായ മേടം രാശിക്കാർക്ക് വളരെ നല്ല ഇഫക്റ്റുകളാണ് വ്യാഴം 2-ലെ വ്യാഴം അവർക്ക് കൊടുക്കുക. പുറത്തൊക്കെ പോയി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ സമയമാണ്. പക്ഷേ ഒക്ടോബർ 9 മുതൽ ഇവരുടെ വ്യാഴം വക്രഗതിയിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാര്യമായിട്ടുണ്ടാവില്ല, പൊതുവെ വ്യാഴം ശുഭഗ്രഹമായതുകൊണ്ട്. എന്നാലും ധനപരമായ ചില്ലറ ബുദ്ധിമുട്ടുകൾ, അനാവശ്യമായ യാത്രകൾ ഉണ്ടാവുക, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതായ ഒരു ചെറിയ സാഹചര്യങ്ങൾ വരാം. മേടക്കൂറുകാർക്ക് ഒക്ടോബർ മാസത്തിൽ ശുക്രൻ 7-ലും 8-ലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 11 വരെ 7-ലും പിന്നീട് 8-ലേക്കാണ് മാറുന്നത്. 7-ലെ ശുക്രൻ കൊണ്ട് മേടക്കൂറുകാർക്ക് മോശമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം, അസുഖങ്ങൾ ഓൾറെഡി ഉള്ളതായ ആളുകൾക്ക് ആ അസുഖങ്ങൾ മൂർച്ഛിക്കുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവും. അകാരണമായ ദുഃഖങ്ങൾ, മനസ്സിന് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഉണ്ടാവാൻ പറ്റിയ സമയമാണത്. അതുമാതിരി മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുന്നതായ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാവുന്നതായ സാഹചര്യമാണ് 7-ലെ ശുക്രൻ കൊണ്ട് മേടം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. പിന്നീട് പക്ഷേ മേടക്കൂറുകാർക്ക് 8-ലേക്കാണ് ശുക്രൻ പോകുന്നത്. 8-ലെ ശുക്രൻ വളരെ നല്ല എഫക്റ്റായിരിക്കും അവർക്ക് കൊടുക്കുക. അതായത് അവർ എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും അതിനൊരു വിജയം ഉണ്ടാവുന്ന സിറ്റുവേഷൻ. അതുമാതിരി ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതൊന്നും ഫലിക്കാതെ വരിക, ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക, പൊതുവെ ഒരു സുഖവും സംതൃപ്തിയൊക്കെ ഉണ്ടാവുന്നതായൊരു സിറ്റുവേഷൻ 8-ലെ ശുക്രൻ കൊണ്ടുണ്ടാവും. അതുമാതിരി ധനവരവ്, രോഗപരമായ. മേടക്കൂറുകാർക്ക് ബുധൻ 6-ലും 7-ലുമാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 9 വരെ 6-ലും പിന്നീട് 7-ലേക്കുമാണ് മാറുന്നത്. 6-ലെ ബുധനെ കൊണ്ട് ഇവർക്ക് നല്ല ഇഫക്റ്റുകളാണ് ഉണ്ടാവുക. ബുധൻ വിദ്യയുടെ ഗ്രഹമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഗുണങ്ങളുണ്ടാവും. അവർ പഠിക്കുന്നത് എഫേർട്ട് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതായി ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഈ സമയത്ത്. അതുമാതിരി മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് ജയിക്കാൻ സാധ്യത, നീറ്റൊക്കെ എഴുതുന്നവർക്ക് വളരെ നല്ല എഫക്റ്റ് കിട്ടുന്നതായൊരു സമയമായിരിക്കും. അതുമാതിരി എന്ത് കാര്യത്തിന് അവർ മുന്നിട്ടിറങ്ങിയാലും ഒരു വിജയം കാണുന്നതായൊരു സിറ്റുവേഷൻ ഉണ്ടാവും. പൊതുവേ അവർക്കൊരു മനോബലമൊക്കെ ബുധനെ കൊണ്ട്, 6-ലെ ബുധനെ കൊണ്ട് അവർക്ക് ഉണ്ടാവും. പക്ഷേ ഒക്ടോബർ 9-ന് ശേഷം മേടക്കൂറുകാർക്ക് ശനി ഇപ്പോൾ 11-ാം ഭാവത്തിലാണ്, 11-ാം സ്ഥാനത്താണ്. ഈ 11-ലെ ശനി വക്രഗതിയിലുമാണ്. ഈ ശനിയെ കൊണ്ട് ഇവർക്ക് വളരെ നല്ല എഫക്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. പൊതുവെ പൊതുജന മധ്യത്തിലൊരു കീർത്തി, ഒരു അവർ നാട്ടുകാർ ബഹുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതായൊരു സമയം ഉണ്ടാവും. അതുമാതിരി പുതിയ ധന സ്രോതസ്സുകൾ കണ്ടെത്താൻ അവർക്ക് ഈ സമയം കൊണ്ട് ശനിയെ കൊണ്ട് പറ്റും. 11-ലെ ശനിയെ കൊണ്ട് പറ്റുന്നതായൊരു സമയമായിരിക്കും മേടക്കൂറുകാർക്ക്. മേടക്കൂറുകാർക്ക് ചൊവ്വ ഒക്ടോബറിൽ 3-ലും 4-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 19 വരെ 3-ലും പിന്നീട് 4-ലേക്കാണ് മാറുന്നത് 19-ന് ശേഷം. 3-ലെ ചൊവ്വ മേടക്കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും കൊടുക്കുക. എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും ഒരു കാര്യവിജയം അവർക്കുണ്ടാവും. അതുമാതിരി ജോലിക്കൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലി കിട്ടാൻ, ഇൻ്റർവ്യൂ ജയിക്കാനൊക്കെ പറ്റിയതായൊരു സമയമാണ്.
അത് ജോലി കിട്ടുന്ന വഴി ധനസ്രോതസ്സുകൾ പുതിയതായിട്ട് ഉണ്ടാവുക, ധനവരവുകൾ ഉണ്ടാവും, ധനപരമായ മെച്ചം ഉണ്ടാവാനും പറ്റിയൊരു സമയമാണ് 3 ചൊവ്വയെ കൊണ്ട് ഇവർക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പൊതുവെ ഒരു മനസ്സിനൊരു സന്തോഷവും മാനസികമായ ഒരു ധൈര്യവും കിട്ടുന്നതായൊരു സമയമായിരിക്കും മേടക്കൂറുകാർക്ക് 3 ചൊവ്വ കൊണ്ട് കിട്ടുക. പിന്നീട് മേടക്കൂറുകാർക്ക് ഒക്ടോബർ 19 ശേഷം 4 ചൊവ്വ വരുന്നത്. 4 ചൊവ്വ ചില്ലറ ക്ലേശങ്ങൾ അവർക്ക് ഉണ്ടാക്കും. ചില്ലറ അസ്വസ്ഥങ്ങൾ, ഓഫീസിലൊക്കെ ചില്ലറ വഴക്കുകൾ, ചില്ലറ അടിപിടികളൊക്കെ, അതായത് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കൂടിയുള്ളവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ പറ്റിയൊരു സമയമാണത്. അതുമാതിരി നമ്മളെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയാനും, ധനപരമായ അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവാനും, രോഗങ്ങളുള്ളവർക്ക് രോഗം മൂർച്ഛിക്കാനൊക്കെ ഇതായ ഒരു സമയമാണ് 4 ചൊവ്വ കൊണ്ട് മേടക്കൂറുകാർക്ക് പറയുന്നത്. പൊതുവേ പക്ഷേ മേടക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ്, വ്യാഴം അനുകൂലനായതുകൊണ്ട്. അതാണ് മേടക്കൂറുകാരുടെ ഒക്ടോബർ മാസഫലം പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ഇടവം രാശിക്കാരുടെ ഒക്ടോബർ മാസഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ശുക്രൻ ഒക്ടോബറിൽ 6-ലും 7-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. പൊതുവെ 6-ലും 7-ലും ഉള്ള ശുക്രൻ മോശഫലങ്ങളെയാണ് ഇടവം രാശിക്കാർക്ക് നൽകുക. ശുക്രൻ പൊതുവെ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഗ്രഹമാണ്. അതുപോലെ തന്നെ 6-ലെ ശുക്രനെ കൊണ്ട് മോശം ഫലങ്ങളാണ് പറയുന്നത്. അതായത് ശത്രുക്കൾ നമുക്കെതിരെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അനാവശ്യമായ പാഴ്ചെലവുകൾ, ദുർച്ചെലവുകളൊക്കെ ഉണ്ടാവുക, നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവുക, കുടുംബാംഗങ്ങൾ തമ്മിൽ, അച്ഛനും അമ്മയൊക്കെ തമ്മിൽ അനാവശ്യമായ വഴക്കുകളും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുക, ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ തോന്നുക, അനാവശ്യമായി ഇല്ലാത്തത് തോന്നുന്നതായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും 6-ലെ ശുക്രനെ കൊണ്ട്. പിന്നീട് ശുക്രൻ 7-ലേക്കാണ് മാറുന്നത്. 7-ലെ ശുക്രനും നല്ലതല്ല, പ്രതികൂലമായ ഒരു ഫലമാണ് ഇടവം രാശിക്കാർക്ക് നൽകുക. വിവാഹമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ വന്ന് വീണ്ടും വിവാഹം നീണ്ടുപോവുക, ഭാര്യയൊക്കെ ആയിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അസ്വാരസ്യം ഉണ്ടാവുക, പിണക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി ദുഃഖങ്ങൾ, മനസ്സിന് അനാവശ്യമായി അലട്ടുന്ന ദുഃഖങ്ങളും ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ശുക്രനെ കൊണ്ട്. പൊതുവെ ഒരു അസ്വസ്ഥതകൾ ഫീൽ ചെയ്യാവുന്നതാണ് 7-ലെ ശുക്രനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക്. ഇടവം രാശിക്കാർക്ക് ബുധൻ 5-ലും 6-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 10 വരെ 5-ലും പിന്നീട് 6-ലുമാണ് സഞ്ചരിക്കുന്നത്. 5-ലെ ബുധൻ ഇവർക്ക് ബുദ്ധിമുട്ടുകളും അനാവശ്യമായ ദുർച്ചെലവുകളും ഉണ്ടാക്കുന്നതായിരിക്കും. വിദ്യാപരമായ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതായത് അവർ പഠിച്ച് വർക്ക് ചെയ്തതിന് കുറവായിരിക്കും റിസൾട്ട് കിട്ടുക. ജോലിയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് കാണുന്ന ഒരു സമയമായിരിക്കും 5-ലെ ബുധനെ കൊണ്ട്. സന്താനങ്ങളെ കൊണ്ട് മോശമായ അനുഭവം ഉണ്ടാവുന്നതായിരിക്കും 5-ലെ ബുധനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക്. ഒക്ടോബർ 10-ന് ശേഷം ബുധൻ 6-ലേക്ക് മാറുന്നതായിരിക്കും. 6-ലെ ബുധനെ കൊണ്ട് ഇവർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. EMI ഒക്കെ അടച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും. പുതിയ ധനസ്രോതസ്സുകൾ വഴി ധനം വരികയും അതുവഴി സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അതിനൊരു ശമനമൊക്കെ കിട്ടുന്നതായ സമയമായിരിക്കും. പൊതുവെ മനസ്സിന് സന്തോഷം ബുധനെ കൊണ്ട് ഉണ്ടാവും 6-ലെ ബുധനെ കൊണ്ട്. അതുമാതിരി കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വിജയം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ ഒരു ഉന്മേഷവും ഉഷാറൊക്കെ തോന്നുകയും നല്ല റിസൾട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും. പൊതുവേ സന്തോഷവും ഉന്മേഷമൊക്കെ തോന്നുന്ന ഒരു സമയമായിരിക്കും 6-ലെ ബുധനെ കൊണ്ട് ഒക്ടോബർ 10-ന് ശേഷം ഇടവം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്ന ഫലം. ഇടവം രാശിക്കാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് ജന്മത്തിലാണ്. ജന്മത്തിലെ വ്യാഴം കൊണ്ട് ദോഷഫലങ്ങളാണ് പറയുന്നത്. കാര്യവിജയം ഉണ്ടാവാണ്ടിരിക്കുക, എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് ഒരു റിസൾട്ട് കിട്ടാണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടാവുന്നതാണ് ജന്മത്തിലെ വ്യാഴം കൊണ്ട്. കാര്യങ്ങൾക്കൊക്കെ ഒരു വിഘ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ജോലിയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ജന്മത്തിലെ വ്യാഴം കൊണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ കൊളീഗ്സും നമ്മുടെ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മളെക്കുറിച്ച് അനാവശ്യമായ വർത്തമാനങ്ങൾ പറയുന്നതായൊരു സമയം ജന്മത്തിലെ വ്യാഴം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഒക്ടോബർ 9-ന് ശേഷം വക്രത്തിലേക്ക് വ്യാഴം കയറുകയാണ്.
വ്യാഴം വക്രഗതിയിലായി കഴിഞ്ഞാൽ ഇടവം രാശിക്കാർക്ക് ഒരു നല്ല സമയമാണത്. ഈ ദോഷഫലങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. നല്ല ധനാഗമനത്തിനും ജോലിയിലൊക്കെ ഉയർച്ച കിട്ടാനും ധനപരമായി മെച്ചപ്പെടാനും ആരോഗ്യവും മെച്ചപ്പെടാൻ പറ്റിയ സമയമാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ സമയമാണ്. വക്രത്തിലുള്ള വ്യാഴത്തെ കൊണ്ട് ഇവർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. ഇടവം രാശിക്കാർക്ക് ശനി ഉള്ളത് 10ലാണ്, കണ്ടകഭാവത്തിൽ. കണ്ടക ശനിയായിട്ടാണ് ശനി 10ൽ നിൽക്കുന്നത്. അത് മോശം ഫലങ്ങളെയാണ് അവർക്ക് നൽകുന്നത്. പൊതുവെ ഒരു തടസ്സം എല്ലാത്തിനും ഉണ്ടാവും. ശനി മന്ദനാണ്, എല്ലാ കാര്യത്തിലും ഒരു മാന്ദ്യം ഉണ്ടാവും. തൊഴിൽപരമായി തൊഴിലിടത്തിൽ മടി, അലസത ഇതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ശാരീരികമായി ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യാവുന്നതായ സമയമാണ്. അനാവശ്യമായ യാത്രകൾ, അലച്ചിലുകൾ, ധനനഷ്ടമൊക്കെ 10ലെ ശനി കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇടവം രാശിക്കാർക്ക്. ഇടവം രാശിക്കാർക്ക് സൂര്യൻ ഒക്ടോബറിൽ 5ലും 6ലും ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 16 വരെ 5ലും അതിനുശേഷം 6ലേക്കുമാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. 5ലെ സൂര്യനെ കൊണ്ട് ഇടവം രാശിക്കാർക്ക് മോശം അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അനാവശ്യമായ ദുഃഖങ്ങൾ, അനാവശ്യമായ വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. അതുമാതിരി ജോലി സ്ഥലത്തൊക്കെ നമ്മൾ പെർഫോമൻസ് ചെയ്യുന്നത് മോശമായി വരുന്ന ഒരു സാഹചര്യം, അതുമാതിരി മേലധികാരികളുമായിട്ട് വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാവാനും അതുമാതിരിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുമാതിരി കൂട്ടുകാരും തമ്മിൽ വഴക്ക്, അടിപിടിയൊക്കെ ഉണ്ടാവാം. അതായത് വിദ്യാസ്ഥലത്താണെങ്കിലും അതിൻ്റേതായ ചില്ലറ വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. അതുമാതിരി ജോലി പോകാനും ധനനഷ്ടം ഉണ്ടാവാനൊക്കെ പറ്റിയൊരു സമയമാണ്. ശാരീരികമായും അസ്വസ്ഥതകളും ഫീൽ ചെയ്യാവുന്നതായൊരു സമയമാണ്. 5ലെ സൂര്യനെ കൊണ്ട് സന്താനപരമായി സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതിനൊക്കെ സാധ്യതയുള്ളതായൊരു സമയമാണ് 5ലെ സൂര്യനെ കൊണ്ട് ഒക്ടോബർ 16 വരെ ഇടവം രാശിക്കാർക്ക്. ഒക്ടോബർ 16 കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ 6ലേക്കാണ് മാറുന്നത്. 6ലെ സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് ഇവർക്ക് ഉണ്ടാവുക. എന്ത് കാര്യത്തിന് ഇറങ്ങി ചെയ്യുന്നതായ കാര്യങ്ങൾ വിജയിക്കാനുള്ള സമയമാണ്, വിജയിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ജോലി സ്ഥലത്തൊക്കെ നല്ല പെർഫോമൻസും ആ മോശം പെർഫോമൻസൊക്കെ മാറി വളരെ നല്ല രീതിയിലേക്ക് വരാൻ സാധ്യതയുള്ള സമയമാണ്. അത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും അതെ. ധനപരമായും മെച്ചപ്പെടാനും ഒരു പൊതുവേ നമ്മൾ പറയുന്ന വാക്കിനൊക്കെ ഒരു ബഹുമാനവും ആൾക്കാർ വില കൽപ്പിക്കാനൊക്കെ ആയൊരു സമയമാണ് 6ലെ സൂര്യനെ കൊണ്ട് ഒക്ടോബർ 16 ശേഷം ഇടവം രാശിക്കാർക്കുള്ളത്. പൊതുവെ അവർക്ക് 6ലെ സൂര്യനെ കൊണ്ട് ഒരു സന്തോഷവും മിത്രങ്ങളൊക്കെ കൂടി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഇതെല്ലാമാണ് ഇടവം രാശിക്കാരുടെ ഒക്ടോബർ മാസഫലം പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി മിഥുനക്കൂറുകാരുടെ ഒക്ടോബർ മാസത്തിലെ ഫലമാണ് ഇവിടെ പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് ബുധൻ ഒക്ടോബർ മാസത്തിൽ 4ലും 5ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 9 വരെ 4ലും പിന്നീട് 5ലേക്കുമാണ് ബുധൻ മാറുന്നത്. 4ലെ ബുധനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. പൊതുവെ കുടുംബത്തിൽ നല്ല സ്വരച്ചേർച്ച, സന്തോഷം, കുടുംബത്തിലൊരു ഐക്യമൊക്കെ ഉണ്ടാവുന്ന സമയമായിരിക്കും. അച്ഛനമ്മ ഭാഗങ്ങളിൽ നിന്ന് വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. പൂർവികമായ സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ലഭിക്കാനൊക്കെ പറ്റിയതായ ഒരു സമയമായിരിക്കും. പൊതുവേ വീട്ടിൽ ഒരു സന്തോഷവും ഐക്യമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ധനാവരവും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുന്ന സമയമായിരിക്കും. ഒക്ടോബർ 9 ശേഷം ബുധൻ 5ലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. 5ലേക്ക് മാറുന്ന ബുധനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് മോശം അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവും. അതുമാതിരി പ്രണയിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് തല്ലിപ്പിരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ വഴക്കുകൾ ഉണ്ടാവാനും സുഹൃത്തുക്കൾ അങ്ങോട്ടും സംശയങ്ങളൊക്കെ ഉണ്ടാവാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ 5ലെ ബുധനെ കൊണ്ട് ഇവർക്ക് ഉണ്ടാവുന്നതാണ്. പൊതുവേ 5ലെ ബുധനെ കൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ മോശം റിസൾട്ട് ഉണ്ടാവാനും അതുമാതിരി PSC ഒക്കെ എഴുതുന്നവർക്ക് റിസൾട്ട് വിചാരിച്ച മാതിരി കിട്ടാതിരിക്കാനും ഉണ്ടാവുന്നതായൊരു സമയമാണ്. 5ലെ ബുധനെ കൊണ്ട് അതുമാതിരി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇൻ്റർവ്യൂ ബുദ്ധിമുട്ടുകൾ വരിക, ഇൻ്റർവ്യൂ റിസൾട്ട് കിട്ടാണ്ട് വരുന്നതായ ഒരു സിറ്റുവേഷനൊക്കെ 5ലെ ബുധനെ കൊണ്ട് ഉണ്ടാകാം. മിഥുനം രാശിക്കാർക്ക് ചൊവ്വ ഒക്ടോബറിൽ മുഴുവൻ മോശം സ്ഥാനങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ ജന്മത്തിലും 2ലുമാണ് ഒക്ടോബറിൽ മിഥുനം രാശിക്കാർക്ക് സഞ്ചരിക്കുന്നത്. ജന്മത്തിലെ ചൊവ്വയെ കൊണ്ട് ഇവർക്ക് മോശം ഫലങ്ങളായിരിക്കും ഉണ്ടാവുക.
എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുക, വിഘ്നങ്ങൾ ഉണ്ടാവുക, ഒരു വട്ടം ചെയ്യേണ്ടത് 2, 3, 5, 6 വട്ടമൊക്കെ ചെയ്യേണ്ടതായ ഒരു അവസ്ഥകൾ വരിക ഈ ജന്മത്തിലെ ചൊവ്വ കൊണ്ട് അവർക്ക് ഉണ്ടാവും. അതുമാതിരി ശാരീരികമായ അസ്വസ്ഥതകൾ, മാനസികമായ വിഷമങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിനെ അലട്ടുക, ഇല്ലാത്ത കാര്യങ്ങൾ വന്നാലും അതൊക്കെ ആലോചിച്ച് മനസ്സിന് അനാവശ്യമായ ഭാരം ഉണ്ടാവുന്നതായ ഒരു സിറ്റുവേഷൻ ആവും. അതുമാതിരി തന്നെ അനാവശ്യമായ യാത്രകൾ വേണ്ടി വരിക, അനാവശ്യമായ അലച്ചിലുകളൊക്കെ ഈ ജന്മത്തിലെ ചൊവ്വയെ കൊണ്ട് അവർക്ക് ഉണ്ടാവുന്നതായിരിക്കും. പിന്നീട് ചൊവ്വ 2ലേക്കാണ് മാറുക. 2ലേക്ക് മാറുമ്പോൾ പാഴ്ചെലവുകൾ ധാരാളമായിട്ടുണ്ടാവും. അനാവശ്യമായ ചിലവുകൾ, നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിരിക്കാത്തതായ ചിലവുകളുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചില ഹോസ്പിറ്റൽ കേസ് വരിക, എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും റിപ്പയറോ തട്ടുമുട്ടൊക്കെ വരിക, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലവുകളൊക്കെ 2ലെ ചൊവ്വയെ കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ 2ലെ ചൊവ്വയെ കൊണ്ട് ഓഫീസിലൊക്കെ അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഓഫീസ് പൊളിറ്റിക്സൊക്കെ ഉണ്ടാവുക, നമുക്കെതിരെ നമ്മുടെ കൊളീഗ്സൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, അത് മേലധികാരികളുടെ അടുത്തെത്താനും നമുക്ക് മോശം റിസൾട്ടൊക്കെ ഉണ്ടാവാൻ ഓഫീസിലൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ് 2ലെ ചൊവ്വയെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക്. മിഥുനം രാശിക്കാർക്ക് വ്യാഴം 12ലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം 12ൽ സഞ്ചരിക്കുന്നത് വളരെ മോശം സമയമാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക, അനാവശ്യമായ മനസ്സിന് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുക, രോഗപീഠകളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് 12ലെ വ്യാഴത്തിനെ കൊണ്ട്. അതുമാതിരി മിത്രങ്ങൾ തമ്മിൽ തന്നെ കലഹങ്ങളുണ്ടായി ശത്രുക്കളായി മാറാനുള്ള സാധ്യതകൾ ഉണ്ടാവുക, അനാവശ്യമായ ധനച്ചെലവ്, വരവിൽ കവിഞ്ഞതായ ചെലവുകൾ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ് 12ലെ വ്യാഴത്തിനെ കൊണ്ട്. അതുമാതിരി നമ്മളൊക്കെ കടം കൊടുക്കുന്നതായ പൈസ തിരിച്ച് കിട്ടാണ്ടിരിക്കുക, ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് മേടിച്ച് കൊണ്ടുപോകുന്നതായ പേയ്മെൻറ്റ് തിരിച്ച് കിട്ടാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരിക. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ, കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സവും വിഘ്നമൊക്കെ ഉണ്ടാവുന്നതാണ് 12ലെ വ്യാഴത്തിനെ കൊണ്ട് പറയാൻ നമുക്കുള്ളത്. പക്ഷേ ഒക്ടോബർ 9 ശേഷം ഈ 12ലെ വ്യാഴം വക്രത്തിലേക്ക് പോവാണ്. വക്രത്തിലേക്ക് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ നേരെ ഉൾട്ടായിട്ട് റിസൾട്ട് വരും. അതായത് മോശം റിസൾട്ട് ഉണ്ടായിരുന്നത് നന്നായി മാറും. കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാവുക, കാര്യവിജയം ഉണ്ടാവും, ധനത്തിൻ്റെ ചിലവുകൾ കുറയും, അതുമാതിരി ധനസ്രോതസ്സുകൾ പുതിയത് കിട്ടുകയും ബിസിനസ്സിലൊക്കെ പ്രോഫിറ്റ് കിട്ടാനും ധനാഗമനത്തിനൊക്കെ പറ്റിയൊരു സമയമാണ്. ശത്രുക്കൾ നമുക്ക് ചെയ്യുന്നതൊക്കെ വരാണ്ടിരിക്കാനും അതുമാതിരി ആരോഗ്യപരമായ മെച്ചങ്ങൾ ഉണ്ടാവാനൊക്കെ പറ്റിയ സമയമാണ് വക്രത്തിലെ വ്യാഴത്തിനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. മിഥുനം രാശിക്കാർക്ക് ശുക്രൻ 5ലും 6ലും ആയിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 11 വരെ 5ലും പിന്നീട് 6ലേക്കുമാണ് മാറുന്നത്. 5ലെ ശുക്രനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. ശുക്രൻ പൊതുവെ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സുഖങ്ങളുടെയും നാഥനാണ്, ഗ്രഹമാണ്. അപ്പോൾ ധനാഗമനം ഒരുപാടുണ്ടാവും. 5ലെ ശുക്രനെ കൊണ്ട് ധനാഗമനം ഉണ്ടാവും. അതുപോലെ വീട് വയ്ക്കാൻ, വീട് വാങ്ങാൻ, പ്രോപ്പർട്ടി വാങ്ങാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പറ്റിയ സമയമായിരിക്കും. ബിസിനസ്സിലൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പ്രോഫിറ്റുകൾ ഉണ്ടാവും. അതുമാതിരി പുതിയ ജോലിയൊക്കെ കിട്ടാൻ ശുക്രനെ കൊണ്ട് പറ്റും. അതുമാതിരി സുഖഭോഗങ്ങളായ സാധനങ്ങൾ വാങ്ങാൻ, അതായത് ഇപ്പോൾ ലക്ഷറി ഗുഡ്സ് വാങ്ങാനൊക്കെ പറ്റിയ സമയമായിരിക്കും. പൊതുവേ സന്താനങ്ങളെ കൊണ്ട് സന്തോഷമൊക്കെ ഉണ്ടാവുന്നതായ സമയമായിരിക്കും. കലാകായിക രംഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് അനുയോജ്യമായ റിസൾട്ടൊക്കെ കിട്ടാൻ പറ്റിയ സമയമാണ് 5ലെ ശുക്രനെ കൊണ്ട്. പക്ഷേ പിന്നീട് ശുക്രൻ 6ലേക്കാണ് മാറുന്നത്. 6ലെ ശുക്രനെ കൊണ്ട് ഇവർക്ക് മോശം റിസൾട്ടായിരിക്കും ഉണ്ടാവുക. EMI ഒക്കെ അടച്ചു തീരാൻ ബുദ്ധിമുട്ട് വരിക, എടുത്ത ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുകൾ വരിക, അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അത് മൂർച്ഛിക്കുന്നതായിട്ടും അതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാവുക, അനാവശ്യമായ മനോദുഃഖങ്ങൾ, കുടുംബത്തിൽ അനാവശ്യമായ കലഹങ്ങൾ, ഇതുകളൊക്കെ ഉണ്ടാവുക, നമ്മൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടക്കാണ്ട് വരിക, ശത്രുക്കൾ നമുക്ക് എതിരെ ചെയ്യുന്നതായ കാര്യങ്ങൾ ഫലിക്കുന്ന സിറ്റുവേഷൻ വരിക, അപവാദ പ്രചരണങ്ങളൊക്കെ ഉണ്ടാവുക. ഇതെല്ലാം ഈ 6ലെ ശുക്രനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് ഉണ്ടാവുന്ന ഫലങ്ങളായിരിക്കും. മിഥുനം രാശിക്കാർക്ക് സൂര്യൻ 4ലും 5ലുമായിട്ടാണ് ഒക്ടോബർ മാസത്തിൽ സഞ്ചരിക്കുന്നത്. ഇത് രണ്ടും സൂര്യൻ്റെ മോശ സ്ഥാനങ്ങളാണ്. 4ലെ സൂര്യനെ കൊണ്ട് പൊതുവേ ഒരു ഉന്മേഷക്കുറവ്, കാര്യങ്ങളിലൊന്നും ചെയ്യാനൊരു താല്പര്യക്കുറവ്, അത് ജോലിയിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും കർമ്മരംഗത്ത് പ്രതിഫലിക്കുന്നതായിരിക്കും. കുടുംബത്തിലെല്ലാം അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക, ധനവരവ് കുറയുക, അതുമാതിരി തന്നെ ജോലി പോകുന്ന ഒരു സാഹചര്യം, നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ ആൾക്കാർ പറഞ്ഞു പരത്തുക, ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഓഫീസിലാണെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ 4ലെ സൂര്യനെ കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. പിന്നീട് സൂര്യൻ 5ലേക്കാണ് വരുന്നത്. 5ലെ സൂര്യനെ കൊണ്ട് സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. സന്താനങ്ങളെ കൊണ്ട് ക്ലേശം,
അതുമാതിരി സന്താനങ്ങളുടെ മോശം വാർത്തകൾ കേൾക്കുക, അവരെന്തെങ്കിലും വഴക്കുകളിലോ ഇതിലൊക്കെ ഏർപ്പെടുക, കുടുംബത്തിലൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവുക, അതുമാതിരി സന്താനങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ പാഴ്ചെലവുകൾ, ദുർച്ചെലവുകൾ, അവരുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കാം അനാവശ്യമായ ചിലവുകളൊക്കെ 5-ലെ സൂര്യനെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. കർക്കിടക കൂറുകാരുടെ ഒക്ടോബർ മാസത്തിലെ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. കർക്കിടക കൂറുകാർക്ക് ഒക്ടോബറിൽ ചൊവ്വ 12-ലും ജന്മത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ 12-ലും ജന്മത്തിലും സഞ്ചരിക്കുന്നത് ദോഷകരമായ സ്ഥാനങ്ങളാണ്. കർക്കിടകക്കൂറുകാർക്ക് 2-ലെ ചൊവ്വ കൊണ്ട് 12-ലെ ചൊവ്വ കൊണ്ട് ധനപരമായ അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവും, പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വരവിൽ കൂടുതലായ ചിലവുകൾ ഉണ്ടാവാൻ സമയമാണ്. അനാവശ്യമായ മനോദുഃഖങ്ങൾ ഉണ്ടാവാം, അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിലിട്ട് ഇതായിട്ട് മനസ്സിനൊരു ഭാരം ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും 12-ലെ ചൊവ്വ കൊണ്ട്. അതുമാതിരി ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായ യാത്രകൾ വരിക, യാത്രകൾ മൂലം ചിലവും കാര്യങ്ങൾ നടക്കാണ്ടും വരിക, അനാവശ്യമായ അലച്ചിലുകളൊക്കെ ചൊവ്വ 2-ൽ നിൽക്കുമ്പോൾ പറയുന്നതായ ഫലങ്ങളാണ്. പിന്നീട് ചൊവ്വ ജന്മത്തിലേക്കാണ് വരുന്നത്. ജന്മത്തിലെ ചൊവ്വയും നമ്മൾ മോശം ഫലങ്ങളാണ് പറയുന്നത്. നമുക്കെതിരെ ശത്രുക്കൾ ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ ഫലം കാണുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവുക, നമ്മളെക്കുറിച്ച് ശത്രുക്കൾ അപവാദം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുണ്ടാക്കുക, അതുമാതിരി മനോദുഃഖങ്ങൾ ഉണ്ടാവുക, ധനനഷ്ടം അനാവശ്യമായിട്ട് ഉണ്ടാവുക, അതുപോലെ തന്നെ അനാവശ്യമായ രോഗപീഠകളൊക്കെ ഉണ്ടാവാൻ ജന്മത്തിലെ ചൊവ്വ കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് സാധ്യതയുള്ള സമയമാണ്. കർക്കിടകം രാശിക്കാർക്ക് സൂര്യൻ 3-ലും 4-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 16 വരെ 3-ലും പിന്നീട് 4-ലേക്കുമാണ് മാറുന്നത്. 3-ലെ സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അസുഖങ്ങളൊക്കെ കാലങ്ങളായിട്ട് ചികിത്സിക്കുന്നതായ ആളുകളുണ്ടെങ്കിൽ ആ രോഗമുക്തിക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. പുതിയ ധനസ്രോതസ്സുകൾ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് ധനപരമായ പുഷ്ടി ഉണ്ടാവാനും പറ്റിയ സമയമാണ് 3-ലെ സൂര്യനെ കൊണ്ട്. പൊതുവേ ജോലി സ്ഥലത്തൊക്കെ നല്ല ഉന്മേഷവും ജോലി നന്നായി ചെയ്യാനും നല്ല പെർഫോമൻസ് ചെയ്യാനും മേലധികാരികളുടെയൊക്കെ ഒരു പ്രശംസ പിടിച്ചു പറ്റാനും പറ്റിയ ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യയിൽ ശ്രദ്ധിക്കാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും മത്സര പരീക്ഷകളിലൊക്കെ എഴുതി റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയതായ സമയമാണ് 3-ലെ സൂര്യനെ കൊണ്ട്. ശത്രുക്കളുടെ നമുക്കെതിരെ ചെയ്യുന്നതായതൊന്നും ഫലം കാണാണ്ട് വരിക, ശത്രു വിജയമൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന സമയമാണ്. എന്ത് കാര്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചാലും ആ കാര്യത്തിലൊരു കാര്യവിജയം ഒക്കെ ഉണ്ടാവാൻ പറ്റുന്നതായ ഒരു സമയമാണ് 3-ലെ സൂര്യനെ കൊണ്ട്. അതുമാതിരി ധനപരമായി ജോലിയിൽ ഉയർച്ചയുടെ കൂടെ തന്നെ ധനപരമായ ഉയർച്ചയും 3-ലെ സൂര്യനെ കൊണ്ട് നമ്മൾ പറയുന്നതായ കാര്യങ്ങളാണ്. ഒക്ടോബർ 16-ന് ശേഷം കർക്കിടകൻ രാശിക്കാർക്ക് സൂര്യൻ 4-ലേക്കാണ് വരുന്നത്. 4-ലെ സൂര്യനെ കൊണ്ട് നമ്മൾ നല്ലതല്ല പറയുന്നത്. കാര്യപരമായി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു വിഘ്നം ഉണ്ടാവുക, ഒരു തടസ്സം ഉണ്ടാവുക, കാര്യങ്ങൾ റിസൾട്ടുകൾ ഉണ്ടാവാണ്ടിരിക്കുക, നമ്മൾ ഒരു വട്ടം ചെയ്യേണ്ട കാര്യം 2-3 വട്ടമൊക്കെ ചെയ്യേണ്ടി വരിക, ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്യുക, അനാവശ്യമായ യാത്രകൾ വേണ്ടി വരിക 4-ലെ സൂര്യനെ കൊണ്ട് നമ്മൾ പറയാം. അതുമാതിരി കുടുംബത്തിലൊക്കെ അനാവശ്യമായ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുക, അനാവശ്യമായ അടികളും വഴക്കുകളൊക്കെ കുടുംബത്തിലൊരു അസ്വസ്ഥതകളും ഉണ്ടാവാൻ പറ്റിയ സമയമാണ് 4-ലെ സൂര്യനെ കൊണ്ട്. അതുപോലെ തന്നെ മനസ്സിന് അനാവശ്യമായ ദുഃഖങ്ങളും ദുഃഖവാർത്തകൾ കേൾക്കാനിട വരിക, ദുഃഖങ്ങൾ മനസ്സിന് ഉണ്ടാവാനും പറ്റിയൊരു സമയമാണ് 4-ലെ സൂര്യനെ കൊണ്ട് നമ്മൾ ഫലം പറയാറ്. കർക്കിടകം രാശിക്കാർക്ക് ബുധൻ 3-ലും 4-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 9 വരെ 3-ലും അതിനുശേഷം 4-ലേക്കുമാണ് ബുധൻ മാറുന്നത്. 3-ലെ ബുധനെ കൊണ്ട് നമുക്ക് കർക്കിടകം രാശിക്കാർക്ക് മോശം ഫലങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി വിദ്യാർത്ഥികൾക്ക് നമ്മൾ പഠിക്കുന്നതിനെല്ലാം അതിനനുസരിച്ചതായ റിസൾട്ട് ഉണ്ടാവാണ്ടിരിക്കുക, ഇരട്ടി ചെയ്താലേ റിസൾട്ട് ഉണ്ടാവൂ എന്നുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാവാം. വിദ്യാപരമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതായ ആളുകൾക്ക് കൂടുതൽ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുന്നതായൊരു സിറ്റുവേഷനായിരിക്കും.
ഇൻ്റർവ്യൂ ഫെയിലൊക്കെ ആവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ബുധനെ കൊണ്ട്. 3-ലെ ബുധനെ കൊണ്ട് മോശം റിസൾട്ടാണ് നമ്മൾ പൊതുവെ കർക്കിടകം രാശിക്കാർക്ക് പറയാം. അതുമാതിരി തന്നെ ഫ്രണ്ട്സൊക്കെ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാനും മിത്രങ്ങൾ ശത്രുക്കളായി മാറാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 3-ലെ ബുധനെ കൊണ്ട് പറയുന്നത്. ഒക്ടോബർ 9 ശേഷം കർക്കിടകം രാശിക്കാർക്ക് ബുധൻ 4-ലേക്കാണ് വരുന്നത്. 4-ലെ ബുധനെ കൊണ്ട് വളരെ നല്ല സമയമാണ് പറയുന്നത്. വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ നല്ല ഉന്നതി ഉണ്ടാവുക, പുതിയ ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയം. അതുമാതിരി പുറത്തൊക്കെ ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് പോകാൻ പറ്റിയതായ സമയം. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ജോലി കിട്ടാൻ പറ്റുന്നതായ സമയം. ധനപരമായ ഉയർച്ച ഉണ്ടാകുന്നതായൊരു സമയമായിരിക്കും 4-ലെ ബുധനെ കൊണ്ട് ഉണ്ടാകുന്നത്. നമുക്കെതിരെ ശത്രുക്കൾ നടത്തുന്ന നീക്കങ്ങളോ അല്ലെങ്കിൽ ശത്രുക്കളുടെ കണ്ണേറുകളോ ഒന്നും ഫലിക്കാണ്ട് വരുന്ന, അല്ലെങ്കിൽ ശത്രുക്കളുടെ പ്രവൃത്തികളൊന്നും നമുക്കെതിരെ ഉള്ളത് ഫലിക്കാണ്ട് വരുന്നതായൊരു സിറ്റുവേഷൻ ആയിരിക്കും. അതുമാതിരി നമ്മുടെ ബന്ധുക്കളെ കൊണ്ടും അതുമാതിരി ബന്ധുജനങ്ങളെ കൊണ്ടും കൂട്ടുകാരെ കൊണ്ടുമൊക്കെ നമുക്ക് ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നതായ സമയമായിരിക്കും 4-ലെ ബുധനെ കൊണ്ട് പറയുന്ന ഫലം എന്ന് പറയുന്നത്. കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം 11-ലാണുള്ളത്. 11-ലെ വ്യാഴം എന്ന് പറയുന്നത് അവർക്ക് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു, വളരെ നല്ല ഫലം ചെയ്യുന്നതായിരിക്കും കർക്കിടകം രാശിക്കാർക്ക്. ധനപരമായ ഉയർച്ച, ലൈഫിൽ തന്നെ സെറ്റിലാവുന്ന രീതിയിലുള്ള ജോലികൾ കിട്ടാനും ബിസിനസ് പുതിയത് തുടങ്ങാനും അതുമാതിരി ഉള്ള ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാവാനൊക്കെ പറ്റിയൊരു സമയമാണ് 11-ലെ വ്യാഴം എന്ന് പറയുന്നത്. ആഗ്രഹ പൂർത്തീകരണം എന്നാണ് നമ്മൾ പറയുക 11-ലെ വ്യാഴം കൊണ്ട്. നമ്മൾ വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നടക്കാനും ലൈഫിൽ സെറ്റിലാവുന്ന രീതിയിലുള്ള കല്യാണം, ജോലി, അതുമാതിരിയുള്ള രീതിയിൽ പെർമനൻ്റായിട്ടുള്ള കാര്യങ്ങൾ, ഉയർച്ചയ്ക്ക് വേണ്ടതായ കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും 11-ലെ വ്യാഴം എന്ന് പറയുന്നത്. കുടുംബത്തിലൊക്കെ സുഖവും സന്തോഷവും ഉണ്ടാവും, ധനപരമായ ഉയർച്ച ഉണ്ടാവും, ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാവും. പോസ്റ്റ് ഗ്രാജുവേഷനും ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയതായ സമയമാണ്. വിദ്യാഭ്യാസമൊക്കെ പകുതി വെച്ച് മുടങ്ങിയവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതായ സമയമാണ് വ്യാഴം 11 എന്ന് പറയുന്നത്. പക്ഷേ ഒക്ടോബർ 9 ശേഷം വ്യാഴം വക്രഗതിയിൽ പോവുകയാണ്. ഈ 11 വെച്ചാണ് വക്രഗതിയിൽ പോകുന്നത്. വ്യാഴം ശുഭനായതുകൊണ്ട് വക്രഗതിയിൽ പോകുമ്പോൾ ഇവർക്ക് വലിയ ദോഷങ്ങളുണ്ടാവില്ല, പക്ഷേ എങ്കിൽ ഇവർക്ക് കിട്ടുന്നതായ ഗുണഫലങ്ങളിൽ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ നമുക്ക് ഭാഗ്യം കൊണ്ട് ഒരുപാട് റിസൾട്ട് ഉണ്ടായിരുന്നത് അതിനൊരു കുറവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില്ലറ വിഷമങ്ങളും അതുമാതിരി ആരോഗ്യപരമായും ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും വക്രത്തിൽ വ്യാഴം പോകുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക്. കർക്കിടകം രാശിക്കാർക്ക് ശുക്രനുള്ളത് 4-ലും 5-ലുമാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. 4-ലും 5-ലും ഉള്ള ഭാവത്തിൽ ശുക്രൻ വളരെ നല്ല ഫലങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. 4-ലുള്ള ശുക്രനെ കൊണ്ട് നമ്മൾക്ക് വീട്ടിൽ നിന്ന് ഓഹരി, ലാഭം അതുമാതിരിയുള്ളത് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. കുടുംബത്തിൽ സന്തോഷം, ധനാഗമനം ഉണ്ടാവുക, പൊതുവെ ഒരു കുടുംബത്തിൽ ഐക്യവും സന്തോഷമൊക്കെ ഉണ്ടാവുന്നതായ ഒരു സമയമായിരിക്കും. വീട് വാങ്ങാനും പ്രോപ്പർട്ടി വാങ്ങാനും അതുമാതിരി വീട് മോടി പിടിപ്പിക്കാനൊക്കെ സാധ്യതയുള്ള സമയമായിരിക്കും 4-ലെ ശുക്രനെ കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് പറയാനുള്ളത്. അതുമാതിരി ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരൊക്കെ വഴി പുതിയ കാര്യങ്ങളൊക്കെ കിട്ടുക, നമുക്ക് എന്തെങ്കിലും പ്രസൻറ്റേഷൻ കിട്ടുക, അതുമാതിരി അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുക, ജോലി കിട്ടുക, വിദേശത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുക, അതുമാതിരിയുള്ള സാഹചര്യങ്ങളൊക്കെ 4-ലെ ശുക്രനെ കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് ഫലം പറയുന്നു. അതുപോലെ ശുക്രൻ പിന്നീട് പോകുന്നത് 5-ലേക്കാണ്. 5-ലെ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാവുക. ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകൾക്ക് പ്രോഫിറ്റിൽ വളരെയധികം ഇൻക്രിമെൻ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റിയതായ സമയമാണ്. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ ഒരു സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ശുക്രൻ പൊതുവെ ലക്ഷറികളുടെയും സുഖത്തിൻ്റെയും സുഖലോലുപതയുടെയും ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ 5-ലെ ശുക്രൻ നമുക്ക് സുഖലോലുപമായ ലക്ഷറി ഗുഡ്സൊക്കെ വാങ്ങാൻ സാധ്യതയുള്ള സമയമാണ്. സന്താനപരമായ ഗുണങ്ങളുണ്ടാവും 5-ലെ ശുക്രനെ കൊണ്ട്. സന്താനപരമായ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിദ്യ കൊണ്ട് നമുക്ക് മനസ്സന്തോഷം ഉണ്ടാകുന്ന വാർത്തകൾ, അതുമാതിരി അവർക്ക് ജോലി കിട്ടുന്നത്, അതുമാതിരി അവരുടെ വഴി ധനാഗമനം, അങ്ങനെ പല ഗുണങ്ങളും സന്താനപരമായ ഗുണങ്ങൾ 5-ലെ ശുക്രനെ കൊണ്ട് നമ്മൾ പറയുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നതായ ആളുകൾക്ക് അവരർഹിക്കുന്നതായ സ്ഥാനമാനങ്ങൾ കിട്ടാൻ പറ്റുന്നതായ സമയമാണ്.
കർക്കിടകം രാശിക്കാർക്ക് ശനി 8-ലാണുള്ളത്. 8-ലെ ശനി എന്ന് പറയുന്നത് അഷ്ടമശനി, മോശം ഫലങ്ങളായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും 2-3 വട്ടം ചെയ്യേണ്ടതായ അവസ്ഥകൾ വരും. പല രീതിയിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിഘ്നങ്ങളും തടസ്സങ്ങളും വരാൻ സാധ്യതയുള്ള സമയമാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നതായ സമയമായിരിക്കും. മാനസികമായ ദുഃഖങ്ങളും അതുമാതിരി ശത്രുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാവുന്നതായ സമയമായിരിക്കും അഷ്ടമശനി കൊണ്ട് പറയുന്നത്. യാത്രകളൊക്കെ ചെയ്യുമ്പോഴും വണ്ടികളൊക്കെ ഓടിക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കേണ്ടതായ സമയമാണ്. തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് അഷ്ടമത്തിലെ ശനി കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് പറയാനുള്ളത്. പൊതുവെ കർക്കിടകം രാശിക്കാർക്ക് ഒക്ടോബർ മാസം ഗുണദോഷ സമ്മിശ്രിതമായൊരു സമയമായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ചിങ്ങം രാശിക്കാരുടെ ഒക്ടോബർ മാസഫലമാണ് ഇവിടെ പറയുന്നത്. ചിങ്ങം രാശിക്കാർക്ക് ചൊവ്വ 11-ലും 12-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 19 വരെ 11-ലും ശേഷം 12-ലുമാണ് സഞ്ചരിക്കുന്നത്. ചിങ്ങം രാശിക്കാർക്ക് 11-ലെ ചൊവ്വ കൊണ്ട് വളരെ നല്ല ഫലമായിരിക്കും ഉണ്ടാവുക. ധനലാഭം, ഒരുപാട് ധനങ്ങൾ വരാനുള്ള സാധ്യതയുള്ള സമയമായിരിക്കും. എന്ത് കാര്യത്തിനും ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു കാര്യവിജയം ഉണ്ടാവുന്നതായി കാണാൻ കഴിയുന്നതായിരിക്കും. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നതായ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടാനൊക്കെയുള്ള സമയമാണ്. അതുമാതിരി ആൾക്കാർ പ്രസൻറ്റ് തരാനും മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന ഗിഫ്റ്റുകൾ കിട്ടാനും മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന വാർത്തകൾ കേൾക്കാനൊക്കെ പറ്റിയ സമയമാണ് ചൊവ്വ 11 കൊണ്ട്. അതുപോലെ തന്നെ ഭൂമിപരമായി നമ്മൾ ചിന്തിക്കുന്നത് ചൊവ്വാഗ്രഹം കൊണ്ടാണ്. ഭൂമിയൊക്കെ നമ്മൾ എന്തെങ്കിലും കിട്ടാൻ, പൂർവികമായ സ്വത്തുക്കൾ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനൊക്കെ പറ്റിയ സമയമാണ് ഒക്ടോബർ 19 വരെ ചിങ്ങം രാശിക്കാർക്ക്. പക്ഷേ ഒക്ടോബർ 19 ശേഷം ചിങ്ങം രാശിക്കാർക്ക് ചൊവ്വ 12-ലേക്കാണ് പോകുന്നത്. 12-ലെ ചൊവ്വ അവർക്ക് കുറച്ച് മോശം ഫലമായിരിക്കും നൽകുന്നത്. അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ അനാവശ്യമായി നമ്മൾ വിചാരിക്കാത്ത അപ്രതീക്ഷിതമായ ചിലവുകൾ ഉണ്ടാവുക. വണ്ടി ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതായൊരു സമയമാണ്. 12-ലെ ചൊവ്വ കൊണ്ട് ചിലപ്പോൾ തട്ടും മുട്ടലൊക്കെ ഉണ്ടായി എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുമാതിരി ആരോഗ്യപരമായൊക്കെ സൂക്ഷിക്കേണ്ട സമയമാണ്. ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കായി ചിലവുകളൊക്കെ ഉണ്ടാവാൻ പറ്റിയ സമയമാണ്. അതുമാതിരി അനാവശ്യമായ മോശം വാർത്തകളൊക്കെ കേട്ട് അനാവശ്യമായ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാൻ പറ്റിയ സമയമാണ്. ഒരു കാര്യമില്ലാതെ അനാവശ്യമായ യാത്രകളും യാത്രാക്ലേശങ്ങളും 12-ലെ ചൊവ്വ കൊണ്ട് നമ്മൾ പറയുന്നതാണ്. ചിങ്ങം രാശിക്കാർക്ക് ബുധൻ 2-ലും 3-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 9 വരെ 2-ലും ശേഷം 3-ലുമാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ബുധൻ വിദ്യയുടെയും അതുമാതിരി സുഖത്തിൻ്റെയും എല്ലാം ഗ്രഹമാണ്. 2-ലെ ബുധൻ ഇവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടുക. പൊതുവെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു കാര്യവിജയം ഉണ്ടാവുകയും ധനപരമായ ഉയർച്ചയും പുഷ്ടിയൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. കുടുംബത്തിലൊരു ഐക്യവും സന്തോഷമൊക്കെ ഉണ്ടാവും. കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയവും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് 2-ലെ ബുധൻ എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന എക്സാമുകളിൽ അവർ വിചാരിക്കാത്തതിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവാനും മത്സര പരീക്ഷകൾക്കൊക്കെ വിജയം ഉണ്ടാവാനും പഠിത്തം പകുതി മുടങ്ങിപ്പോയവർക്ക് പുനരാരംഭിക്കാനും ഒക്കെ പറ്റിയ സമയമാണ് 2-ലെ ബുധനെ കൊണ്ട് പറയുന്നത്. ഒക്ടോബർ 9 ശേഷം ബുധൻ 3-ലേക്കാണ് വരുന്നത്. ഇത് കുറച്ച് മോശം ഫലങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തിൽ ചില്ലറ വഴക്കുകൾ ഉണ്ടാവാൻ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അസ്വാരസ്യം ഉണ്ടാവാൻ, സന്താനങ്ങൾ തമ്മിൽ അവർ ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരാൻ, ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവുക, മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാവാനും വഴക്കുകളെല്ലാം ഉണ്ടാവാനൊക്കെ പറ്റിയ സമയമാണ് 3-ലെ ബുധനെ കൊണ്ട് നമ്മൾ പറയാറ്. ചിങ്ങം രാശിക്കാർക്ക് സൂര്യൻ 2-ലും 3-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 16 വരെ 2-ലും ശേഷം 3-ലേക്കുമാണ് മാറുന്നത്. സൂര്യൻ്റെ 2-ലുള്ള സഞ്ചാരം വഴി ചിങ്ങം രാശിക്കാർക്ക് കുറച്ച് തിക്താനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. കടം കൊടുക്കുന്നതൊക്കെ തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നതായ സിറ്റുവേഷൻ, ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് മേടിച്ച് കൊണ്ടുപോയിട്ട് തിരിച്ച് കിട്ടാണ്ടാവുന്നതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുമാതിരി പ്രൊഫഷണലുകൾക്കൊക്കെ അവർ ചെയ്യുന്നതായ കാര്യങ്ങളിൽ റിസൾട്ട് കുറയുന്നതായി കാണാൻ പറ്റും.
IT മേഖലയിലാണെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കും, സെയിം ഇതായിരിക്കും. നമ്മൾ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാൻ മടി കാണിക്കുക, നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് റിസൾട്ട് വരാണ്ടിരിക്കുക, നമ്മുടെ മേലധികാരികൾ അതുവഴി നമ്മളെ ചീത്ത പറയുന്നതായൊരു സാഹചര്യം വരിക, അതെല്ലാം രണ്ടിലെ സൂര്യനെ കൊണ്ട് നമ്മൾ പറയും. പൊതുവേ ഒരു മനസ്സിനൊരു ദുഃഖമൊക്കെ വരുന്നതായൊരു സമയമായിരിക്കും. പക്ഷേ ശേഷം സൂര്യൻ നീങ്ങുന്നത് 3-ലേക്കാണ്. 3-ലെ സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവുക. ധനപരമായ ഉയർച്ച ഉണ്ടാവും. ജോലിയിൽ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും പെർഫോം ചെയ്യാനും പറ്റും. നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റുന്ന സമയമായിരിക്കും. ജോലി അന്വേഷിച്ച് നടക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ജോലി കിട്ടാൻ പറ്റിയ സമയമാണ്. പൊതുവെ ഒരു ധൈര്യം ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. നമുക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും കാര്യവിജയം ഉണ്ടാവുന്നതും ഒരു സമയമായിരിക്കും 3-ലെ സൂര്യനെ കൊണ്ട് നമ്മൾ പറയുന്നത്. അതുമാതിരി പുതിയ ധനസ്രോതസ്സുകൾ കണ്ടെത്താനും ധനപരമായ ഉയർച്ച ഉണ്ടാവാനും പറ്റിയ സമയമാണ്. ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നത് ഫലപ്രാപ്തിയിൽ എത്താതിരിക്കുക എന്ന് മാത്രമല്ല, നമുക്ക് അവരെ വിജയിക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും 3-ലെ സൂര്യനെ കൊണ്ട്. പൊതുവെ സമൂഹത്തിൽ നമുക്ക് ഒരു പേരും പ്രശസ്തിയും ബഹുമാനമൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് കർമ്മസ്ഥാനമായ 10-ലാണ്. 10-ലെ വ്യാഴം കൊണ്ട് ഇവർക്ക് കർമ്മത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കർമ്മത്തിൽ വൈകല്യം ഉണ്ടാവുക, കർമ്മത്തിൽ ചേഞ്ച് ഉണ്ടാവുക, ട്രാൻസ്ഫർ ഉണ്ടാവുക, ജോലി ചെയ്യുന്നത് റിസൾട്ട് വിചാരിച്ച മാതിരി കിട്ടാണ്ടിരിക്കുക, ജോലി ഒരുപാട് ഭാരം കൂടുക, എന്നാൽ അതിനുള്ള റിസൾട്ടൊന്നും ഉണ്ടാവാണ്ടിരിക്കുക, ജോലിപരമായ ബുദ്ധിമുട്ടുകൾ വ്യാഴം കർമ്മത്തിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണ്. അനാവശ്യമായ ധനനഷ്ടങ്ങൾ ഉണ്ടാവും, പാഴ്ചെലവുകൾ ഉണ്ടാവും, ചെയ്യുന്നതായ ജോലികൾക്കൊന്നും വിചാരിച്ചതായ ധനവരവ് ഉണ്ടാവാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചാലും അത് നഷ്ടത്തിലേക്ക് നീങ്ങുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവുന്നതായൊക്കെ വ്യാഴം 10-ലെ കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ ഒക്ടോബർ 9-ന് ശേഷം വ്യാഴം വക്രഗതിയിൽ വരുന്നതാണ്. വക്രഗതിയിൽ വ്യാഴം കയറുന്നതോടുകൂടി ചിങ്ങം രാശിക്കാർക്ക് വ്യാഴത്തിനെ കൊണ്ട് വളരെ നല്ല ഗുണങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. പൊതുവെ ഭാഗ്യങ്ങളെല്ലാം കൂടുന്നതായി തോന്നും. ജോലിയൊക്കെ അന്വേഷണം നടത്തുന്നവർക്ക് ജോലി കിട്ടാനും ജോലിയിൽ ഉയർച്ച കിട്ടാനും ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളവർക്ക് ഒരു പ്രൊമോഷൻ കിട്ടാനും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ കിട്ടാനൊക്കെ പറ്റിയ സമയമായിരിക്കും. അതുമാതിരി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പ്രോഫിറ്റൊക്കെ കൂടുന്നതായി കാണാൻ പറ്റും. പുതിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ കൂടുതൽ തുടങ്ങാനൊക്കെ പറ്റിയതായ സമയമാണ്. പൊതുവിനെ ധനപരമായി നല്ല ഉയർച്ചയും പുഷ്ടിയൊക്കെ ഉണ്ടാവും. അതുമാതിരി എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വക്രത്തിലെ വ്യാഴം കൊണ്ട് അവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുന്നതായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം വക്രഗതി കൊണ്ട്. ചിങ്ങം രാശിക്കാർക്ക് ശുക്രൻ 3-ലും 4-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 12 വരെ 3-ലും ശേഷം 4-ലുമാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ 3-ൽ സഞ്ചരിക്കുന്ന സമയം ചിങ്ങം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രിതമായിരിക്കും. വലിയ ഗുണം ഉണ്ടാവില്ല, വലിയ ദോഷം ഉണ്ടാവില്ല, വലിയ കുഴപ്പമില്ലാണ്ട് പോവും. 4-ലെ ശുക്രൻ ഇവർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുക. പൊതുവെ സന്തോഷം, കുടുംബത്തിലൊക്കെ ഒരു ഐക്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ധനപരമായ ആഗമനം കൂടുന്നതായ സമയമായിരിക്കും. ലക്ഷറി ഗുഡ്സൊക്കെ വാങ്ങാനും കാര്യങ്ങളൊക്കെ പറ്റിയ സമയമായിരിക്കും. അതുമാതിരി വീട് വാങ്ങാൻ, വാഹനം വാങ്ങാൻ, പൊതുവെ സുഖവും സന്തോഷമൊക്കെ കൂടുതലാവുന്നതായ സമയമായിരിക്കും. അതുമാതിരി നമുക്ക് പൂർവികമായി കിട്ടാനുള്ളതൊക്കെ കിട്ടാൻ പറ്റിയ സമയമാണ് ആ ഒരു സമയം എന്ന് പറയുന്നത് 4-ലെ ശുക്രനെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് പറയാനുള്ളത്. പിന്നെ ചിങ്ങം രാശിക്കാർക്ക് ശനിയുള്ളത് കണ്ടക ശനിയായിട്ട് 7-ൽ നിൽക്കുകയാണ്. കണ്ടക ഭാവത്തിൽ കണ്ടക ശനിയെ കൊണ്ട് തടസ്സം ഉണ്ടാവും. കാര്യതടസ്സം, എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു തടസ്സം ഫീൽ ചെയ്യുമവർ. അതുമാതിരി ജോലിയിലാണെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും അവർക്ക് ആ തടസ്സങ്ങൾ ഇതൊക്കെ ഫീൽ ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാവാനൊക്കെ വളരെയധികം സാധ്യതയുള്ള സമയമായിരിക്കും ഈ കണ്ടകശനിയെ കൊണ്ട്. അതുപോലെ തന്നെ രോഗകാര്യങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ പറ്റിയ സമയമാണ് കണ്ടകശനിയെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് പറയാനുള്ളത്. ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ഈ മാസം ഒക്ടോബർ മാസഫലം പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അടുത്തതായി കന്നിക്കൂറുകാരുടെ ഒക്ടോബർ മാസഫലമാണ് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് ഒക്ടോബറിൽ അവർക്ക് ബുധൻ ജന്മത്തിലും 2-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 9 വരെ ജന്മത്തിലും ശേഷം 2-ലുമാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 9 വരെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് കുറച്ച് മോശം ഫലങ്ങളായിരിക്കും കൊടുക്കുന്നത്.
വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുമാതിരി ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ കിട്ടാൻ വൈകുന്നതായി കാണാം. വിവാഹമൊക്കെ ആലോചനകൾ നടക്കുന്നതായ ആളുകൾക്ക് അത് വൈകുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവാം. അതുമാതിരി മംഗളകാര്യങ്ങളൊക്കെ കുറച്ച് ഒരു ഡിലേ വരുന്നതായി കാണാൻ പറ്റും ഈ ജന്മത്തിലെ ബുധനെ കൊണ്ട്. ഒക്ടോബർ 9 ശേഷം ബുധൻ 2 പോകുന്നത്. 2 ബുധനെ കൊണ്ട് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ധനപരമായ പുഷ്ടി ഉണ്ടാവും. കിട്ടാൻ വൈകിയിരുന്നതായ ധനം നമുക്ക് കിട്ടുകയും അതുപോലെ പുതിയ ധനസ്രോതസ്സുകൾ കണ്ടെത്താൻ പറ്റുകയും ജോലിയിൽ ഉയർച്ചയും എല്ലാം ഈ 2 ബുധനെ കൊണ്ട് കന്നിക്കൂറുകാർക്ക് ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ ബിസിനസ്സിലെല്ലാം പ്രോഫിറ്റുകൾക്ക് പൊതുവെ വർധനകൾ ഉണ്ടാവുക, പുതിയ ബിസിനസ്സുകൾ വഴി പുതിയ നൂതനമായ ധനവരവുകൾ ഉണ്ടാവുക, ഇതെല്ലാം 2 ബുധനെ കൊണ്ട് ഇവർക്കുണ്ടാവും. അതുമാതിരി തന്നെ വളരെ കാലങ്ങളായിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്താനും അതുവഴി ആ അസുഖങ്ങളിൽ നിന്ന് മാറിപ്പോകാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ അവർക്ക് സുഖവും സന്തോഷമൊക്കെ 2 ബുധനെ കൊണ്ട് ഒക്ടോബർ 9 ശേഷം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്നതായിരിക്കും. കന്നിക്കൂറുകാർക്ക് ചൊവ്വ 10ലും 11ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 19 വരെ 10ലും ശേഷം 11ലുമാണ് സഞ്ചരിക്കുന്നത്. കർമ്മസ്ഥാനമായ 10ൽ ചൊവ്വ നിൽക്കുമ്പോൾ ഇവർക്ക് മോശം ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. ജോലിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, മേലധികാരികളുമായിട്ട് വഴക്കുകൾ ഉണ്ടാവുക, ജോലി ചെയ്യാൻ മടി തോന്നുക, അതുമാതിരിയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ബിസിനസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായ കാര്യങ്ങൾക്ക് വിചാരിച്ച റിസൾട്ട് ധനപരമായി തിരിച്ച് കിട്ടാണ്ട് വരിക, അതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. പൊതുവെ കുടുംബത്തിലും ഒരു വഴക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതായ കുടുംബത്തിൽ സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടാവാൻ പറ്റിയൊരു സമയമാണ് 10ലെ ചൊവ്വ കൊണ്ട് പറയാനുള്ളത്. ഒക്ടോബർ 19 ശേഷം ചൊവ്വ 11ലേക്കാണ് മാറുന്നത്. 11ലെ ചൊവ്വ അവർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. വിദേശത്തൊക്കെ ജോലി അന്വേഷിക്കുന്നതും താല്പര്യമുള്ളവർക്ക് വിദേശത്ത് ജോലി ചെയ്യാൻ കിട്ടാനും സാധ്യതയുള്ള സമയമായിരിക്കും. എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും കാര്യത്തിൽ കാര്യവിജയം ഉണ്ടാവാനും കാര്യം നടക്കുന്നതായും ഫീൽ ചെയ്യുന്നൊരു സമയമായിരിക്കും. ധനപരമായ പുഷ്ടി ഉണ്ടാവും. ധനാഗമനങ്ങൾക്ക് പുതിയ വഴികൾ കണ്ടെത്താൻ കഴിയുന്നതായിരിക്കും. ആരോഗ്യപരമായി വളരെ ഉയർച്ച ഉണ്ടാകുന്ന സമയമായിരിക്കും ചൊവ്വ 11ൽ നിൽക്കുന്ന സമയത്ത്. അതുമാതിരി ഭൂമി സംബന്ധമായി ഭൂമി വാങ്ങാനും ഭൂമി വിൽക്കാനും അതുവഴി ലാഭങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ പറ്റിയ സമയമായിരിക്കും 11ലെ ചൊവ്വ കൊണ്ട് ഒക്ടോബർ 19 ശേഷം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ. കന്നിക്കൂറുകാർക്ക് ഒക്ടോബറിൽ സൂര്യൻ ജന്മത്തിലും 2ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 2ലും മോശഫലങ്ങളാണ് സൂര്യൻ കന്നിക്കൂറുകാർക്ക് നൽകുക. ജന്മത്തിലെ സൂര്യനെ കൊണ്ട് ഇവർക്ക് മാനസികമായ ദുഃഖങ്ങൾ ഉണ്ടാവാം. ജോലിക്ക് ഉന്മേഷം ഉണ്ടാവാണ്ടിരിക്കുക, ജോലി സ്ഥലത്ത് മോശം പെർഫോമൻസ് ഉണ്ടാവുക. ഈ IT പ്രൊഫഷണലുകൾക്ക് ഇവർക്കൊക്കെ അതിൻ്റേതായ ബാഡ് റിസൾട്ട്സ് ആയിരിക്കും ഈ സമയത്ത് ഉണ്ടാവുക. അനാവശ്യമായ യാത്രകളുണ്ടായി യാത്രാ ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമായിരിക്കും. മേലധികാരികളൊക്കെ ആയിട്ട് വാക്തർക്കങ്ങൾ ഉണ്ടാവാനും നമ്മൾ ചെയ്തു കൊടുത്തതായ ജോലി അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാനൊക്കെ പറ്റിയ സമയമാണ്. അനാവശ്യമായ ചിലവുകൾ, ധനച്ചെലവുകൾ, പാഴ്ചെലവുകളൊക്കെ ഉണ്ടാവാൻ, വരവിൽ കൂടുതൽ ചിലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ജന്മത്തിലെ സൂര്യനെ കൊണ്ട്. പിന്നീട് സൂര്യൻ മാറുന്നത് 2ലേക്കാണ്. 2ൽ വരുമ്പോഴും അത് നല്ലൊരു സമയമല്ല. സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളതായ പണം കിട്ടാണ്ട് വരുന്നതായ ഒരു സാഹചര്യം, നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടും നമുക്കതിന് പൈസ കിട്ടാണ്ടിരിക്കുന്നതായൊരു സാഹചര്യം ഉണ്ടാവാം. അതുമാതിരി നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അപവാദങ്ങൾ പറയാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. ഇതെല്ലാമാണ് സൂര്യനെ കൊണ്ട് കന്നിക്കൂറുകാർക്ക് ഒക്ടോബറിൽ ഉണ്ടാകുന്ന ഫലങ്ങളുണ്ടാവുക. കന്നിക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനമായ 9ലാണുള്ളത്. പൊതുവെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർക്ക് മുന്നിട്ടിറങ്ങുന്ന കാര്യങ്ങൾ സക്സസ് ആവുന്നതായി അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാവാനും വിചാരിക്കാത്തതായ രീതിയിൽ ഉയർച്ച ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. വിദേശത്തൊക്കെ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ UK പോകാൻ പഠിക്കാനും ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ സമയമാണ്. അതുമാതിരി തന്നെ പഠനമൊക്കെ പകുതി വെച്ച് നിർത്തിയവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനും പൂർത്തിയാക്കാനും പറ്റിയ സമയമാണ്. പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യാനൊക്കെ പറ്റിയതായ സമയമാണ്. ബിസിനസ്സുകാർക്കൊക്കെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നതായി ഫീൽ ചെയ്യുന്നതായ ഒരു സമയമായിരിക്കും.
പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റിയതായ സമയമാണ് 9-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത്. പൊതുവെ സമൂഹത്തിലും ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും വളരെ നല്ല ബഹുമാനവും കീർത്തിയൊക്കെ ഉണ്ടാവുന്നത്, നമ്മൾ പറയുന്ന വാക്കിനൊക്കെ വിലയുണ്ടാവുന്ന ഒരു സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായി വളരെ നല്ല സമയമാണ്. മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് ജയിക്കാൻ വളരെയധികം സാധ്യതയുള്ള സമയമാണ്. പക്ഷേ ഒക്ടോബർ 9-ന് ശേഷം വ്യാഴം വക്രത്തിലേക്ക് വരികയാണ്. വക്രത്തിൽ വരുന്ന വ്യാഴം ഇവർക്ക് ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ശുഭഗ്രഹമായ വ്യാഴം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല. പക്ഷേ ഇവർക്ക് 9-ലെ ഗുണങ്ങൾ ഉണ്ടായിരുന്നതിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കാര്യം നടന്ന് കിട്ടുന്നുണ്ടായിരുന്നത് സ്ലോലാവും. ജോലി സ്ഥലത്താണെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതുപോലെ ആരോഗ്യപരമായും ബുദ്ധിമുട്ടുകളെല്ലാം വരാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും വക്രത്തിൽ കയറുമ്പോൾ വ്യാഴം. കന്നിക്കൂറുകാർക്ക് ശുക്രൻ 2-ലും 3-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഈ 2 സ്ഥാനത്തും അവർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുക. 2-ലെ ശുക്രനെ കൊണ്ട് ഇവർക്ക് വളരെ നല്ല ഗുണങ്ങളുണ്ടാവും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. പൂർവികമായ സ്വത്തുകൾ കിട്ടാനുള്ള പറ്റിയ സമയമായിരിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാനും പുതിയ പ്രോപ്പർട്ടി വാങ്ങാനും വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനും ഉള്ള വീട് മോടി പിടിപ്പിക്കാനൊക്കെ പറ്റിയ സമയമായിരിക്കും. അതുമാതിരി സന്തോഷ യാത്രകൾ, അതായത് ഇപ്പോൾ വിനോദയാത്രകളൊക്കെ ചെയ്യാനും സന്തോഷിക്കാനൊക്കെ പറ്റിയ സമയമായിരിക്കും 2-ലെ ശുക്രനെ കൊണ്ട് ഉണ്ടാവുക. പൊതുവേ കുടുംബത്തിലൊരു ഐക്യവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ശേഷം ശുക്രൻ പോകുന്നത് 3-ലേക്കാണ്. 3-ലേക്കുള്ള ശുക്രനും പൊതുവേ നല്ലതാണ്. വളരെയധികം മനസ്സന്തോഷങ്ങളും നല്ല വാർത്തകൾ കേൾക്കാനൊക്കെ പറ്റിയ സമയമായിരിക്കും. എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങിയാലും അത് വിജയിക്കുന്നതായി കാണാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും. ധനലാഭം ഉണ്ടാവാനും പുതിയ ധനസ്രോതസ്സുകൾ കണ്ടെത്താനൊക്കെ പറ്റിയ സമയമാണ് ശുക്രൻ 3-ൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റിയതായൊരു സമയമായിരിക്കും അത്. കന്നിക്കൂറുകാർക്ക് ശനി നിൽക്കുന്നത് 6-ലാണ്. നല്ല ഫലങ്ങളാണ് 6-ലെ ശനി കൊണ്ട് കന്നിക്കൂറുകാർക്ക് കിട്ടാൻ പോകുന്നത്. ഓൾറെഡി രോഗമൊക്കെ ഉണ്ടായിരുന്നതായ ആളുകൾക്ക് രോഗങ്ങൾ ശമിക്കാനും ആരോഗ്യത്തിൽ പുഷ്ടിപ്പെടാനും EMI ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തീരാനും ധനവരവൊക്കെ കൂടാനും പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നതായ ശനിയുടെ ഒരു ഗുണം കൊണ്ട്, 6-ലെ ശനിയുടെ ഗുണം കൊണ്ട് നടക്കുന്നതായി അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പൊതുവെ മനസ്സിനും സന്തോഷവും സുഖമൊക്കെ തരുന്നതായ സമയമായിരിക്കും കന്നിക്കൂറുകാർക്ക് 6-ലെ ശനി കൊണ്ട്. ഇതാണ് ഒക്ടോബർ മാസത്തിലെ കന്നിക്കൂറുകാരുടെ ഫലം നമുക്ക് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. തുലാക്കൂറുകാരുടെ ഒക്ടോബർ മാസഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. തുലാക്കൂറുകാർക്ക് ശുക്രൻ ജന്മത്തിലും 2-ലുമാണ് ഒക്ടോബറിൽ സഞ്ചരിക്കാൻ പോകുന്നത്. ജന്മത്തിലെയും 2-ലെയും ശുക്രനെ കൊണ്ട് തുലാക്കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ശുക്രൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ വളരെ നല്ല സുഖഭോഗങ്ങളായ വസ്തുക്കൾ വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകുന്നതായിരിക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ പൂർവികമായ സ്വത്തുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. പുതിയ വീട് വാങ്ങാനും വീട് ഉള്ളതായവർ മോടി പിടിപ്പിക്കാനും പറ്റിയതായ സമയമാണ്. അതുപോലെ ജന്മത്തിലുള്ള ശുക്രനെ കൊണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങാനും സുഖലോലുപങ്ങളായ സാധനങ്ങൾ വാങ്ങാനും സാധ്യതയുള്ള സമയമാണ് ശുക്രൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ തുലാക്കൂറുകാർക്ക്. ശേഷം ശുക്രൻ ഒക്ടോബർ 12-ന് ശേഷം ശുക്രൻ 2-ലേക്കാണ് മാറുന്നത്. 2-ലെ ശുക്രനും വളരെ നല്ല അനുഭവങ്ങളായിരിക്കും തുലാക്കൂറുകാർക്ക് കിട്ടുന്നത്. കാര്യവിജയം, എന്ത് കാര്യത്തിന് അവർ ഇറങ്ങിത്തിരിക്കുമ്പോഴേക്കും അതിൽ ഒരു വിജയം ഉണ്ടാവാനും അത് നടത്തിയെടുക്കാൻ പറ്റാനും പറ്റുന്നതായ സമയമാണ്. ശത്രു നാശം, അതായത് ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നത് ഫലിക്കാണ്ടാവുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവുക. അതുമാതിരി ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവും. പുതിയ ജോലി അന്വേഷിച്ച് നടക്കുന്നവരായ ആളുകൾക്ക് ജോലി കിട്ടാൻ പറ്റിയതായ സമയമാണ് ശുക്രൻ 2-ൽ നിൽക്കുന്നതായ സമയത്ത്. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. ധനപരമായ ഉയർച്ചയും ഉണ്ടാവുന്നതായ സമയമായിരിക്കും ശുക്രൻ 2-ൽ നിൽക്കുമ്പോൾ തുലാക്കൂറുകാർക്ക്. തുലാക്കൂറുകാർക്ക് സൂര്യൻ 12-ലും 1-ലുമാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. 2ഉം മോശ സ്ഥാനങ്ങളാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചോളം. തുലാക്കൂറുകാർക്ക് മോശം ഫലങ്ങളായിരിക്കും 12-ലും 1-ലും സൂര്യനെ കൊണ്ട് ഉണ്ടാവുക.
പൊതുവെ ധനനഷ്ടം, പാഴ്ചെലവുകൾ ഉണ്ടാവുക, അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവുക, അതെല്ലാം ഉണ്ടാവുന്നതായിരിക്കും. രോഗങ്ങളുള്ളതായ ആളുകൾക്ക് അത് മൂർച്ഛിക്കാനും അതുകൊണ്ട് ബുദ്ധിമുട്ടുകളും പീഡകളും ഉണ്ടാവുന്നതായ ഒരു സാഹചര്യം ഉണ്ടാവും. പൊതുവെ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിന് ദുഃഖം ഉണ്ടാവുന്നതായൊരു സാഹചര്യം ഉണ്ടാവുന്നതായിരിക്കും. ജോലിയിലൊക്കെ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാലും റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതായൊരു സാഹചര്യം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്നതായൊരു സമയമാണിത്. അതുപോലെ തന്നെ വഴക്കുണ്ടാവാനും, മേലധികാരികളുമായിട്ട് വഴക്കുണ്ടാവാനും അവരുടെ അപ്രീതിക്ക് പാത്രമാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. പൊതുവെ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും സൂര്യനെ കൊണ്ട് 12-ലും സൂര്യനെ കൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മറികടക്കാനും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്കെല്ലാം പ്രോഫിറ്റുകൾ കുറഞ്ഞു വരുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവും. അതുമാതിരി കുടുംബത്തിൽ തന്നെ അസ്വാരസ്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് സൂര്യനെ കൊണ്ട് തുലാക്കൂറുകാർക്ക്. തുലാക്കൂറുകാർക്ക് ചൊവ്വ 9-ലും 10-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 9-ലെയും 10-ലെയും ചൊവ്വ മോശം ഫലങ്ങളായിരിക്കും തുലാക്കൂറുകാർക്ക് നൽകുന്നത്. 9-ലെ ഭാഗ്യസ്ഥാനത്ത് നിന്ന് ചൊവ്വ നിൽക്കുമ്പോൾ ഭാഗ്യം പൊതുവെ കുറഞ്ഞു വരുന്നു, ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതായിട്ടും ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുമാതിരി തന്നെ അനാവശ്യമായ ചിലവുകൾ, ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് വരിക, വിവാഹപ്രായമായവർക്ക് വിവാഹാലോചനകൾ നീണ്ടു പോകുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവുക. അതുമാതിരി തന്നെ മംഗളകാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നീണ്ടു പോകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാവുക. പൊതുവേ കാര്യങ്ങൾക്കൊരു തടസ്സങ്ങൾ ഉണ്ടാകുന്നതായൊരു സാഹചര്യം 9-ൽ ചൊവ്വ നിൽക്കുമ്പോൾ തുലാക്കൂറുകാർക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുമാതിരി തന്നെ ശേഷം തുലാക്കൂറുകാർക്ക് 9-ൽ നിന്ന് 10-ലേക്കാണ് ചൊവ്വ മാറുന്നത്. ഈ 10-ലെ ചൊവ്വയും അവർക്ക് ദോഷഫലങ്ങളാണ് ഉണ്ടാവുക. കർമ്മത്തിൽ ചൊവ്വ വരുമ്പോൾ കർമ്മപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ജോലിയിൽ ഓൾറെഡി ഉള്ള ജോലി വിട്ടുപോകാൻ തോന്നും. വിട്ടുപോയിട്ട് പുതിയത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. ജോലിയിൽ തുടരാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കർമ്മവിഘ്നങ്ങൾ, അതുമാതിരി തന്നെ കർമ്മത്തിൽ മോശം സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലിപരമായിട്ട് വിദേശത്തൊക്കെയുള്ളവർക്ക് ജോലി പോയി നാട്ടിൽ വരാൻ സാധ്യതയുള്ള സമയമായിരിക്കും. കർമ്മ വൈകല്യമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് കർമ്മത്തിൽ നമ്മൾ ചെയ്യുന്നതായതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാണ്ടിരിക്കുക, ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യത, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവാൻ ചൊവ്വ 10-ൽ നിൽക്കുമ്പോൾ ഉണ്ടാവാം. ജോലി സ്ഥലത്ത് അസ്വാരസ്യങ്ങൾ, വഴക്കുണ്ടാവുക, മേലധികാരികളായിട്ട് വഴക്കുണ്ടാവുക, അതുമാതിരി കൊളീഗ്സായിട്ട് വഴക്കുണ്ടാവാനും അതുമാതിരിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ജോലി സ്ഥലത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചൊവ്വ 10-ൽ നിൽക്കുന്നതായ സമയത്ത് തുലാക്കൂറുകാർക്ക്. ബുധൻ തുലാക്കൂറുകാർക്ക് ഒക്ടോബറിൽ 12-ലും 1-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. രണ്ടും മോശം സ്ഥാനങ്ങളാണ്, മോശം ഫലങ്ങളാണ് തുലാക്കൂറുകാർക്ക് നൽകാൻ പോകുന്നത്. 12-ലും 1-ലെയും ബുധനെ കൊണ്ട് ഇവർക്ക് പൊതുവെ ദുഃഖം, അതുമാതിരി ജോലി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നടക്കുന്നവർക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ട് വരിക, അതുമാതിരി സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മോശം പെർഫോമൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അവർ വർക്ക് ചെയ്തതിൻ്റെ അനുസരിച്ചുള്ളതായ ഒരു റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കൊക്കെ ജയിക്കാൻ സാധ്യതകൾ കുറവ് ഉണ്ടാകുന്ന സമയമായിരിക്കും ഈ സമയത്ത്. ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നതായ ആളുകൾക്കെല്ലാം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അവർ വിചാരിച്ച മാതിരി പേപ്പർ ക്ലിയറൻസും കാര്യങ്ങളും കിട്ടിയെന്ന് വരില്ല. ഈ ഒരു സമയത്ത് ബുധൻ 12-ലും 1-ലും നിൽക്കുന്നതായ സമയങ്ങളിൽ പൊതുവെ പഠിത്തം ഒക്കെ മുടങ്ങി പോകാനും ഇതിനൊക്കെ അതുമാതിരി ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. പൊതുവെ സുഖലോലുപതയ്ക്ക് ബുദ്ധിമുട്ട് വരാനും സുഖങ്ങളെല്ലാം കുറഞ്ഞു വരാൻ, ദുഃഖവും മനക്ലേശം വരാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും ബുധൻ 12-ലും 1-ലും നിൽക്കുമ്പോൾ. തുലാം രാശിക്കാർക്ക് വ്യാഴം അഷ്ടമത്തിലാണ്. 8-ലെ വ്യാഴം വളരെ മോശം ഫലങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് കൊടുക്കുക. പൊതുവെ ശാരീരികമായ അസ്വസ്ഥതകൾ, അതുമാതിരി പുതിയതായ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ്. ഡയബറ്റിക്സോ BP അതുമാതിരിയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ പിടിപെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അഷ്ടമത്തിലെ വ്യാഴം നിൽക്കുമ്പോഴുള്ള സമയം. അനാവശ്യമായ പാഴ്ചെലവുകൾ ഉണ്ടാവുക, നമ്മൾ വരവിനേക്കാൾ കൂടുതലായ ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മനസ്സിൽ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് ദുഃഖങ്ങൾ ഉണ്ടാവാനും ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നതായ ഒരു സമയമായിരിക്കും. അതുമാതിരി നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറയാനും പറഞ്ഞ് പരത്താനും ഫലിപ്പിക്കാനും പറ്റുന്ന ഒരു സമയമായിരിക്കും അഷ്ടമത്തിലെ വ്യാഴം കൊണ്ട്. ധനച്ചെലവുകളും ദുർവ്യയങ്ങളും ഉണ്ടാവാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുമാതിരി അനാവശ്യമായ യാത്രകൾക്കും സാധ്യതയുണ്ട്. പക്ഷേ ഒക്ടോബർ 9-ന് ശേഷം വ്യാഴം വക്രത്തിലേക്ക് വരും.
വരികയാണ്. വക്രത്തിലെ വ്യാഴം ഇതെല്ലാം ഉൾട്ടടിക്കും ഈ റിസൾട്ട്സ് എല്ലാം. അപ്പോൾ എന്തുണ്ടാവും വെച്ചാൽ നല്ല ഫലങ്ങളെ തരും. ശത്രുനാശം ഉണ്ടാവും, ധനവരവുകൾ ഉണ്ടാവും, ധനനഷ്ടം കുറയും, പാഴ്ചെലവുകൾ കുറയും, രോഗത്തിനൊക്കെ ഒരു ശാന്തിയും വിമുക്തിയും കിട്ടും, മനസ്സിന് സുഖവും സന്തോഷവും കിട്ടും, കുടുംബത്തിലും ഒരു ബാലൻസ് കിട്ടുന്ന ഒരു സമയമായിരിക്കും ഒക്ടോബർ 9 വ്യാഴം വക്രത്തിൽ കയറുമ്പോൾ തുലാം രാശിക്കാർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. വൃശ്ചികം രാശിക്കാരുടെ ഒക്ടോബർ മാസഫലമാണ് പറയാൻ പോകുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് സൂര്യൻ ഒക്ടോബറിൽ 11-ലും 12-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 17 വരെ 11-ലും പിന്നീട് 12-ലേക്കും സൂര്യൻ മാറുന്നതായിരിക്കും. ഒക്ടോബർ 17 വരെ സൂര്യൻ 11-ലായിരിക്കും. 11-ലെ സൂര്യൻ വൃശ്ചികം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്. ധനപരമായ ഉയർച്ച ഉണ്ടാവും, ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് കിട്ടാനും പറ്റിയ സമയമാണ്. നല്ല ഉന്മേഷവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഉഷാറും ഉണ്ടാവും. അതുപോലെ തന്നെ മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവാൻ പറ്റിയ സമയമാണ്. അതുമാതിരി ശത്രുക്കൾ നമുക്ക് ചെയ്യുന്നതായ കാര്യങ്ങളൊന്നും എഫക്റ്റ് ഉണ്ടാവാണ്ടിരിക്കും, ശത്രു വിജയം കിട്ടുന്നതായ ഒരു സമയമായിരിക്കും. പൊതുജനമധ്യത്തിൽ ബഹുമാനമൊക്കെ കിട്ടാൻ പറ്റിയ സമയമാണ്. ജോലിയിലൊക്കെ ഉയർച്ച കിട്ടാനും പ്രമോഷൻ കിട്ടാനൊക്കെ പറ്റിയ സമയമാണ് 11-ലെ സൂര്യനെ കൊണ്ടുള്ളത്. പിന്നീട് സൂര്യൻ 12-ലേക്ക് ഒക്ടോബർ 17 ശേഷം മാറുന്നുണ്ട്. 12-ലെ സൂര്യനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. അനാവശ്യമായ യാത്രകൾ ഒരുപാട് വേണ്ടി വരും, യാത്രാ ക്ലേശങ്ങൾ ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യത്തിന് മുന്നിട്ടെടുക്കുമ്പോൾ ഇറങ്ങുന്നതായ കാര്യങ്ങളിൽ പലപ്പോഴും വിഘ്നങ്ങൾ കാണുന്നതായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും. 2-3 വട്ടം ചെയ്യുമ്പോഴേ കാര്യങ്ങൾ നീങ്ങൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റും. അതുമാതിരി അനാവശ്യമായ ചിലവുകൾ, പാഴ്ചെലവുകൾ, വരവിനേക്കാൾ കൂടുതൽ ധനം ചിലവായി പോകുന്നതായ ഒരു സാഹചര്യം ഉണ്ടാവും. കടങ്ങളൊക്കെ വാങ്ങാനും ലോൺ അടയ്ക്കാനും ബുദ്ധിമുട്ടുന്നതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബത്തിലൊക്കെ അസ്വാരസ്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളതാണ് സൂര്യൻ 12-ലെ കൊണ്ടുള്ള സൂര്യനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് പറയാനുള്ളത്. വൃശ്ചികം രാശിക്കാർക്ക് ചൊവ്വ 8-ലും 9-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. 8-ലും 9-ലുമുള്ള ചൊവ്വ വൃശ്ചികം രാശിക്കാർക്ക് ദോഷഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്. 8-ലെ ചൊവ്വയെ കൊണ്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവെ രോഗങ്ങളുള്ളതായ ആളുകൾക്ക് രോഗം മൂർച്ഛിക്കാനും ഹോസ്പിറ്റൽ വാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുമായ സമയമായിരിക്കും. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായ സമയമാണ്. തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാനസികമായ ദുഃഖങ്ങളും അനാവശ്യമായ പ്രയാസങ്ങളും മനസ്സിന് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ഭൂമിപരമായിട്ട് കൈമാറ്റങ്ങളൊക്കെ നടത്തുമ്പോൾ നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ചൊവ്വ 8-ൽ നിൽക്കുന്നതായ സമയം. പക്ഷേ പിന്നീട് ചൊവ്വ 9-ലേക്ക് വരുന്നുണ്ട്. 9-ൽ വരുമ്പോഴും നല്ലതായൊരു എഫക്റ്റ് അല്ല വരുന്നത്. ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ വരുന്നത് നല്ലൊരു ഇതല്ല, എന്നാലും പക്ഷെ വലിയ ദോഷം ചെയ്യില്ല. ഒരു 10-10 എന്നുള്ള രീതിയിൽ ചൊവ്വ 9-ൽ വരുമ്പോൾ സംഭവിക്കും. വൃശ്ചികം രാശിക്കാർക്ക് ബുധൻ 11-ലും 12-ലുമാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബറിൽ. ഒക്ടോബർ 10-ന് ശേഷം ബുധൻ 12-ലാണ്. ഒക്ടോബർ 10 വരെ 11-ലുമാണ് സഞ്ചരിക്കുന്നത്. ബുധൻ 11-ൽ സഞ്ചരിക്കുന്നതായ സമയത്ത് വളരെ നല്ല ഫലങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. ബുധൻ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം നല്ല റിസൾട്ടോടുകൂടി ജയിക്കാനും മത്സര പരീക്ഷകളിൽ ജയിക്കാനൊക്കെ പറ്റിയ സമയമാണ്. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലി കിട്ടാനും ഇൻ്റർവ്യൂ ഒക്കെ ജയിക്കാൻ പറ്റിയ സമയമാണ്. ജോലി പുതിയതായിട്ട് മാറാൻ നിൽക്കുന്നവർക്ക് ജോലിയൊക്കെ മാറാൻ പറ്റിയതായ സമയമാണ്. IT മേഖലയിലും പ്രൊഫഷണലുകളായ ആളുകൾക്കൊക്കെ വളരെ നല്ല സമയമായൊരു സമയമാണ് ബുധൻ 11-ൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർ, UK-ലൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ക്ലിയറൻസൊക്കെ കിട്ടാൻ പറ്റിയതായ സമയമാണ്. പഠിത്തമൊക്കെ മുടങ്ങിപ്പോയവർക്ക് പുനരാരംഭിക്കാൻ പറ്റിയ സമയമാണ് ബുധൻ 11-ൽ നിൽക്കുമ്പോൾ. വളരെ നല്ല ഫലങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് കൊടുക്കുക ബുധൻ ശേഷം 12-ലേക്ക് മാറുന്നതായിരിക്കും ഒക്ടോബർ 10-ന് ശേഷം. അത് അത്ര നല്ലതായിരിക്കില്ല വൃശ്ചികം രാശിക്കാർക്ക്. കുറച്ച് തിക്താനുഭവങ്ങൾ അവർക്ക് കിട്ടുന്നതായിരിക്കും. ശത്രുക്കൾ ഒരുപാട് ദോഷം ചെയ്യുന്നതായ സമയം ഉണ്ടാവും. അതുമാതിരി ധനപരമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോണൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നതായ സമയങ്ങളുണ്ടാവാം. EMI അടയ്ക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നതായ സമയം വൃശ്ചികം രാശിക്കാർക്ക്
ബുധൻ 12-ൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളായിരിക്കും അതുമാതിരി ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ശാരീരികമായ അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നതൊക്കെ ഈ ബുധൻ 12-ലെ ബുധനെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വൃശ്ചികം രാശിക്കാർക്ക് ശനി 4-ലാണ് നിൽക്കുന്നത്. കണ്ടക ശനിയായിട്ടാണ് നിൽക്കുന്നത്. ഇവർക്ക് ശനിയെ കൊണ്ട് ചില്ലറ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. കാര്യവിഘ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും വിഘ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2 വട്ടം ചെയ്യേണ്ടതായ കാര്യം 7 വട്ടം ചെയ്താലേ ശരിയാവും എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അതുമാതിരി ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ശനിയെ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ, അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനവരവുകളൊക്കെ പതുക്കെ ബുദ്ധിമുട്ടുകൾ വരാനും ധനവരവുകളിൽ വിഘ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്കൊക്കെ പ്രോഫിറ്റ് കുറയുന്നതായി തോന്നാം ഈ സമയത്ത് ശനിയെ കൊണ്ട്. വൃശ്ചികം രാശിക്കാർക്ക് ശുക്രൻ 12-ലും ജന്മത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ മാസം ഒക്ടോബർ 11 വരെ 12-ലും ശേഷം ജന്മത്തിലേക്കുമാണ് സഞ്ചരിക്കുന്നത്. ശുക്രനെ കൊണ്ട് 12-ലെ ശുക്രനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ധനാഗമനം, പുതിയ ധനസ്രോതസ്സുകൾ കണ്ടുപിടിക്കാനും ധനപുഷ്ടിയും ഉണ്ടാകുന്നതായൊരു സമയമായിരിക്കും 12-ലെ ശുക്രനെ കൊണ്ട്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ വേഗത്തിൽ നടന്ന് കിട്ടുന്നതായി ഫീൽ ചെയ്യുന്ന സമയമായിരിക്കും. പുതിയതായ വാഹനങ്ങൾ വാങ്ങാനും പുതിയ പ്രോപ്പർട്ടി വാങ്ങാനും വീട് വയ്ക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി പൂർവികമായ സ്വത്ത് കിട്ടാനും ഇതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് 12-ലെ ശുക്രനെ കൊണ്ട്. ശേഷം ശുക്രൻ ഒക്ടോബർ 11-ന് ശേഷം ജന്മത്തിലേക്കാണ് ശുക്രൻ മാറുന്നത്. ജന്മത്തിലെ ശുക്രനെ കൊണ്ടും വളരെ നല്ല സമയമാണ് അവർക്ക് വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. ആരോഗ്യപരമായ പുഷ്ടിയും ആരോഗ്യത്തിൽ വളരെയധികം ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ രോഗദുരിത ബാധകൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് അത് മാറിപ്പോകാൻ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ മനസ്സിന് സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവുന്നതായ സമയമാണ്. ജോലി സ്ഥലത്തൊക്കെ വളരെ നല്ല സഹകരണം ഉണ്ടാവാനും മേലധികാരികളുടെ പ്രശംസ കേൾക്കാനും സാധ്യതയുണ്ട്. ജോലിയിൽ നിന്ന് ഉയർച്ച ഉണ്ടാവുന്നത് വഴി ധനവരവ് കൂടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ വളരെ സ്വാരസ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള നല്ല ഈണോ ഇമ്പോ ഉണ്ടാവാൻ പറ്റിയതായൊരു സമയമാണ് ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്നതായ സമയം വൃശ്ചികം രാശിക്കാർക്ക്. വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം 7-ലാണ് നിൽക്കുന്നത്. 7-ലെ വ്യാഴം കൊണ്ട് ഇവർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. വിവാഹമൊക്കെ കാലങ്ങളായിട്ട് നടക്കാതിരുന്നതായ ആളുകൾക്ക് വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. ശത്രുദോഷങ്ങളൊക്കെ അകലുകയും ശത്രുക്കൾ മിത്രങ്ങളാവാൻ സാധ്യതയുള്ളതായ സമയമാണ്. രോഗങ്ങളും ഇതെല്ലാം മാറിപ്പോവാൻ സാധ്യതയുള്ളതായ സമയമാണ്. അതുമാതിരി ആരോഗ്യം പുഷ്ടിപ്പെടാനും പറ്റിയതായ സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് നല്ല വാർത്തകൾ കേൾക്കാനും അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ മെച്ചപ്പെടാൻ പറ്റിയതായ സമയമാണ്. എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും അത് ഒരു നല്ല രീതിയിൽ അവസാനിക്കുന്ന ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതായ സമയമാണ്. വിനോദയാത്രകൾ അതുമാതിരി പുണ്യയാത്രകളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ് 7-ലെ വ്യാഴം നിൽക്കുന്നതായ സമയം വൃശ്ചികം രാശിക്കാർക്ക്. പക്ഷേ ഒക്ടോബർ 9-ന് ശേഷം വ്യാഴം വക്രത്തിലേക്ക് പോകുന്നുണ്ട്. വക്രത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഗുണഫലങ്ങൾക്ക് കുറച്ച് കുറവുണ്ടാവും വക്രഗതിയിൽ വ്യാഴം വരുമ്പോൾ. അതായത് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാവാനും ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളും ഒക്ടോബർ 9-ന് ശേഷം വക്രത്തിൽ വ്യാഴം കയറുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊതുവെ വൃശ്ചികം രാശിക്കാർക്ക് ഗുണസമ്മിശ്രിതമായി വലിയ കുഴപ്പമില്ലാത്ത സമയമാണ് ഒക്ടോബർ മാസം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ധനുക്കൂറുകാരുടെ ഒക്ടോബർ മാസഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ധനുക്കൂറുകാർക്ക് വ്യാഴം 6-ലാണ് സഞ്ചരിക്കുന്നത്. 6-ലെ വ്യാഴം വളരെ മോശമായ അവസ്ഥയാണ് ധനുക്കൂറുകാർക്ക് കൊടുക്കുന്നത്. EMI ഒക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരും. ലോണ് അടയ്ക്കാനും ധനപരമായ ബുദ്ധിമുട്ടുകൾ വരും. അതുമാതിരി മിത്രങ്ങളൊക്കെ വഴക്കുകൾ ഉണ്ടാവാനും മിത്രങ്ങൾ ശത്രുക്കളായി മാറാനും സാധ്യതയുള്ളൊരു സമയമാണ്. ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. പുതിയ രോഗങ്ങൾ വരാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും ആശുപത്രി വാസത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുവഴി ധനച്ചെലവും പാഴ്ചെലവുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അതുമാതിരി ദുഃഖവാർത്തകൾ കേൾക്കാനും മോശം വാർത്തകൾ കേൾക്കാനും അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാവാനും മനസ്സിന് ഭാരം ഉണ്ടാവുന്നതും ദുഃഖം ഉണ്ടാവുന്നതായ സാഹചര്യങ്ങളും 6-ലെ വ്യാഴത്തിനെ കൊണ്ട് ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില്ലറ കലഹങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാതിരി തന്നെ കുടുംബത്തിലെ അസ്വാരസ്യതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് 6-ലെ വ്യാഴം കൊണ്ട്. വിവാഹം കഴിയാത്തവർക്ക് വിവാഹം നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 6-ലെ വ്യാഴം കൊണ്ട്. അതുപോലെ ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാതിരിക്കാനും സാധ്യതയുള്ള ഒരു സമയമാണ് വ്യാഴം 6-ലുള്ള സമയം. പക്ഷേ ഒക്ടോബർ 9-ന് ശേഷം വ്യാഴം വക്രഗതിയിൽ വരുമ്പോൾ ഇതെല്ലാം മാറും. വളരെ നല്ല അനുഭവങ്ങൾ വ്യാഴത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ജോലിയിലൊക്കെ നല്ല റിസൾട്ട് കിട്ടാനും രോഗശമനം അതുമാതിരി ധനാഗമനം പുതിയ സ്രോതസ്സ് കണ്ടെത്താനും ഉള്ള വഴികളൊക്കെ കിട്ടും. പൊതുവെ തടസ്സങ്ങളൊക്കെ വക്രഗതിയിൽ വ്യാഴം പ്രവേശിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ധനുക്കൂറുകാർക്ക് മാറുന്നതായിരിക്കും. ധനുക്കൂറുകാർക്ക് ചൊവ്വ 7-ലും 8-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. രണ്ടും മോശ സ്ഥാനങ്ങളാണ് ചൊവ്വയുടെ. ധനുക്കൂറുകാർക്ക് മോശം ഫലങ്ങളായിരിക്കും ചൊവ്വയെ കൊണ്ട് ഒക്ടോബർ മാസം ഉണ്ടാവുക. 7-ലെ ചൊവ്വ കൊണ്ട് പൊതുവെ ബുദ്ധിമുട്ടുകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവാനും ദാമ്പത്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി തന്നെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനും വഴക്കുകൾ ഉണ്ടാവാനും സാധ്യതകളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശത്രു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് 7-ലെ ചൊവ്വ കൊണ്ട്. അതുമാതിരി അനാവശ്യമായ പാഴ്ചെലവുകൾ, നമ്മൾ വരുന്നതിൽ കവിഞ്ഞതായ ചിലവുകൾ ഉണ്ടാവുക. അതുപോലെ ജോലിയിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ട്രാൻസ്ഫർ കിട്ടാനും ദൂരസ്ഥലത്തേക്കൊക്കെ പോകാനും അനാവശ്യമായ അലച്ചിലുകളും ആ അലച്ചിലുകൊണ്ടൊന്നും യാത്ര കൊണ്ട് റിസൾട്ട് ഇല്ലാത്തതായ യാത്രകൾ മനക്ലേശങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 7-ലെ ചൊവ്വ കൊണ്ട്. 8-ലെ ചൊവ്വയും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക. മാനസികമായ ബുദ്ധിമുട്ടുകൾ അതുമാതിരി ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവും. രോഗം ഓൾറെഡി ഉള്ളതായ ആൾക്കാരാണെങ്കിൽ അത് മൂർച്ഛിക്കാനും ഹോസ്പിറ്റൽ വാസത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായ സമയങ്ങളാണ്. തട്ടുമുട്ടൊക്കെ ഉണ്ടാവാനും അനാവശ്യമായ ദുഃഖങ്ങളും ചൊവ്വ 8-ൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതായ ഫലങ്ങളാണ്. ധനുക്കൂറുകാർക്ക് സൂര്യൻ 10-ലും 11-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. രണ്ടും വളരെ നല്ല സമയമാണ്. 10-ലെ സൂര്യൻ കർമ്മത്തിൽ സൂര്യൻ വരുമ്പോൾ വളരെ നല്ല സമയമാണ്. ജോലിയിൽ നല്ല പെർഫോമൻസ് ചെയ്യാനും ജോലിയിൽ പ്രമോഷൻ കിട്ടാനും ജോലിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാനും പറ്റിയതായ സമയമാണ്. അതുമാതിരി ബിസിനസ്സിലൊക്കെ ചെയ്യുമ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാവാനും ബിസിനസ്സിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. പുതിയ ജോലിക്കൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക് പറ്റിയ സമയമാണ് 10-ലെ സൂര്യനുള്ള സമയത്ത്. അതുമാതിരി ധനാഗമനം നമ്മൾ പ്രതീക്ഷിക്കാത്തതായ ധനാഗമനം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ ഒരു തേജസ്സും ഊർജ്ജസ്വലതയും ധൈര്യവും ഒക്കെ കർമ്മത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് സൂര്യൻ 10-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി കുടുംബത്തിൽ സന്തോഷം അതുമാതിരി നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ നാട്ടുകാരൊക്കെ വഴി നമുക്ക് ഗുണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. മേലധികാരികളുടെ പ്രശംസയൊക്കെ പിടിച്ചു പറ്റാൻ പറ്റിയതായ സമയമാണ് സൂര്യൻ 10-ൽ നിൽക്കുമ്പോൾ. ശേഷം സൂര്യൻ പോകുന്നത് 11-ലേക്കാണ്. 11-ലും വളരെ നല്ല സമയമാണ്. നമ്മൾ വളരെ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്നതായ സമയമാണ്. അതുമാതിരി പുഷ്ടി ഉണ്ടാവാനും ഓൾറെഡി ഉള്ള ധനസ്രോതസ്സുകൾ തന്നെ നല്ല രീതിയിൽ കൂടുതൽ വരാനും സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി നമ്മൾ എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും അത് വിജയിക്കുന്നതായ സാധ്യതയുള്ള സമയമാണ്. വളരെ കാലങ്ങളായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ചില രോഗങ്ങളൊക്കെ മാറിപ്പോവാനും ശാശ്വതമായി മാറിപ്പോവാനും പറ്റിയ സമയമാണ് സൂര്യൻ 11-ൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറയാറ്. ധനുക്കൂറുകാർക്ക് ബുധൻ 10-ലും 11-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 10 വരെ 10-ലും ശേഷം 11-ലുമാണ് വരിക. ബുധൻ വളരെ നല്ല എഫക്റ്റുകളും ഫലങ്ങളുമാണ് ധനുക്കൂറുകാർക്ക് കൊടുക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികളായ ധനുക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ്. അവർ വിചാരിച്ചിരുന്നതിനേക്കാൾ നല്ല റിസൾട്ട് ഉണ്ടാവാനും അവർ വർക്ക് ചെയ്തതിൻ്റെ ഇരട്ടി റിസൾട്ട് കിട്ടാനും പറ്റിയ സമയമാണ്. അതുമാതിരി പുറത്തു പോയി ഉപരിപഠനത്തിന് ശ്രമിക്കുന്നതായ ധനുക്കൂറുകാർക്ക് വളരെ പറ്റിയ സമയമാണ്. 10-ലും 11-ലും ബുധൻ നിൽക്കുന്ന സമയത്ത് UK-ലൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാനും ക്ലിയറൻസ് കിട്ടാനും പോകാനും പറ്റിയതായ സമയങ്ങളാണ്. അതുപോലെ പഠിത്തം പകുതി വെച്ച് നിർത്തിയവർക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനും അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയ സമയമാണ്. അതുമാതിരി പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെയുള്ള പഠിത്തത്തിനൊക്കെ തുടങ്ങാൻ പറ്റിയതായ സമയങ്ങളാണ് ബുധൻ 10-ലും 11-ലും നിൽക്കുമ്പോൾ. അതുമാതിരി നമ്മൾ പറയുന്ന വാക്കിനൊക്കെ ഒരു വില ഉണ്ടാവുക,
നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവാൻ പറ്റിയതായ സമയമാണ്. ശത്രുവൃന്ദങ്ങൾ ഇല്ലാതാവുന്നതായ സമയമാണ് ബുധൻ 10ലും 11ലും നിൽക്കുമ്പോൾ. ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാവാനും ജോലിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റിയ സമയമാണ്. പുതിയ ജോലികളൊക്കെ കണ്ടുപിടിക്കാനും പറ്റിയ സമയമാണ്. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി വിവാഹമൊക്കെ കാലങ്ങളായിട്ട് നടക്കാതിരുന്നതായ ആളുകൾക്ക് വിവാഹമൊക്കെ നടക്കാൻ പറ്റിയ സമയമാണ്. ബുധൻ 10ലും 11ലൊക്കെ നിൽക്കുന്നതായ സമയത്ത് പൊതുവെ നല്ല സമയമാണ് ബുധനെ കൊണ്ട് ധനുക്കൂറുകാർക്ക് കിട്ടാൻ പോകുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് ശുക്രൻ 12ലും ജന്മത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ മാസം ഒക്ടോബർ 11 വരെ 12ലും ശേഷം ജന്മത്തിലേക്കുമാണ് സഞ്ചരിക്കുന്നത്. ശുക്രനെ കൊണ്ട് 12ലെ ശുക്രനെ കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ധനാഗമനം, പുതിയ ധനസ്രോതസ്സുകൾ കണ്ടുപിടിക്കാനും ധനപുഷ്ടിയും ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും 12ലെ ശുക്രനെ കൊണ്ട്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ വേഗത്തിൽ നടന്ന് കിട്ടുന്നതായി ഫീൽ ചെയ്യുന്ന സമയമായിരിക്കും. പുതിയതായ വാഹനങ്ങൾ വാങ്ങാനും പുതിയ പ്രോപ്പർട്ടി വാങ്ങാനും വീട് വയ്ക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി പൂർവികമായ സ്വത്ത് കിട്ടാനും ഇതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് 12ലെ ശുക്രനെ കൊണ്ട്. ശേഷം ശുക്രൻ ഒക്ടോബർ 11 ശേഷം ജന്മത്തിലേക്കാണ് ശുക്രൻ മാറുന്നത്. ജന്മത്തിലെ ശുക്രനെ കൊണ്ടും വളരെ നല്ല സമയമാണ് അവർക്ക് വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. ആരോഗ്യപരമായ പുഷ്ടിയും ആരോഗ്യത്തിൽ വളരെയധികം ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ രോഗദുരിത ബാധകൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് അത് മാറിപ്പോകാൻ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ മനസ്സിന് സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവുന്നതായ സമയമാണ്. ജോലി സ്ഥലത്തൊക്കെ വളരെ നല്ല സഹകരണം ഉണ്ടാവാനും മേലധികാരികളുടെ പ്രശംസ കേൾക്കാനും സാധ്യതയുണ്ട്. ജോലിയിൽ നിന്ന് ഉയർച്ച ഉണ്ടാവുന്നത് വഴി ധനവരവ് കൂടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ വളരെ സ്വാരസ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള നല്ല ഈണോ ഇമ്പോ ഉണ്ടാവാൻ പറ്റിയതായൊരു സമയമാണ് ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്നതായ സമയം വൃശ്ചികം രാശിക്കാർക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. മകരം രാശിക്കാരുടെ ഒക്ടോബർ മാസഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മകരം രാശിക്കാർക്ക് ചൊവ്വ 6ലും 7ലുമാണ് ഒക്ടോബറിൽ സഞ്ചരിക്കാൻ പോകുന്നത്. ഒക്ടോബർ 20 വരെ 6ലും അതിനുശേഷം 7ലുമാണ് സഞ്ചരിക്കുന്നത്. 6ലെ ചൊവ്വ കൊണ്ട് മകരം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ധനലാഭമുണ്ടാവും, പല വഴിയിലൂടെ ധനവരവ് ഉണ്ടാവും. അതുമാതിരി ലോണൊക്കെ എടുത്തവർക്ക് അടച്ചു തീർക്കാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും. പുതിയ ധനസ്രോതസ്സുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും. ഓൾറെഡി ഉള്ള ജോലിയിൽ നിന്ന് തന്നെ നല്ല ധനാഗമനം ഉണ്ടാവാനും അതുമാതിരി തന്നെ ജോലിയിൽ ഉയർച്ച കിട്ടാനും അതുവഴി ധനലാഭം ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. ബിസിനസ്സുകാർക്കൊക്കെ നല്ല പ്രോഫിറ്റും ഇതൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. നമ്മൾ പറയുന്നതായ വാക്കിന് വില ഉണ്ടാവാനും നമ്മുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു ബഹുമാനവും കീർത്തിയൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുന്നതായൊരു സമയമായിരിക്കും 6ലെ ചൊവ്വ കൊണ്ട് ഉണ്ടാവുന്നത്. അതുമാതിരി നമുക്ക് ആരോഗ്യം മെച്ചപ്പെടാനും നല്ല ആരോഗ്യം ഉണ്ടാവാനും പറ്റിയ സമയമായിരിക്കും. നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവാനും ഇതിനൊക്കെ പറ്റിയ സമയമാണ് 6ലെ ചൊവ്വ കൊണ്ട് മകരം രാശിക്കാർക്ക് പറയുന്നത്. ഒക്ടോബർ 20 ശേഷം ചൊവ്വ 7ലേക്ക് മാറുന്നുണ്ട്. 7ലെ ചൊവ്വ കൊണ്ട് ഇവർക്ക് കുറച്ച് തിക്താനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് മകരം രാശിക്കാർക്ക്. കലഹങ്ങൾ ഉണ്ടാവാൻ, വീട്ടിൽ അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്തും കലഹങ്ങൾ ഉണ്ടാവാനും കാര്യങ്ങൾ ചെയ്യുന്നതിന് റിസൾട്ട് ഉണ്ടാവാൻ പറ്റാത്ത സാധ്യതകളുണ്ട്. മേലധികാരികളിലായിട്ട് കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാവാനും അവർ തമ്മിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 7ലെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുക മകരം രാശിക്കാർക്ക്. മകരം രാശിക്കാർക്ക് ചൊവ്വ 6ലും 7ലുമാണ് ഒക്ടോബറിൽ സഞ്ചരിക്കാൻ പോകുന്നത്. ഒക്ടോബർ 20 വരെ 6ലും അതിനുശേഷം 7ലുമാണ് സഞ്ചരിക്കുന്നത്. 6ലെ ചൊവ്വ കൊണ്ട് മകരം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ധനലാഭമുണ്ടാവും, പല വഴിയിലൂടെ ധനവരവ് ഉണ്ടാവും. അതുമാതിരി ലോണൊക്കെ എടുത്തവർക്ക് അടച്ചു തീർക്കാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും. പുതിയ ധനസ്രോതസ്സുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതായൊരു സമയമായിരിക്കും.
ഓൾറെഡി ഉള്ള ജോലിയിൽ നിന്ന് തന്നെ നല്ല ധനാഗമനം ഉണ്ടാവാനും അതുമാതിരി തന്നെ ജോലിയിൽ ഉയർച്ച കിട്ടാനും അതുവഴി ധനലാഭം ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. ബിസിനസ്സുകാർക്കൊക്കെ നല്ല പ്രോഫിറ്റും ഇതൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. നമ്മൾ പറയുന്നതായ വാക്കിന് വില ഉണ്ടാവാനും നമ്മുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു ബഹുമാനവും കീർത്തിയൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുന്നതായൊരു സമയമായിരിക്കും 6-ലെ ചൊവ്വ കൊണ്ട് ഉണ്ടാവുന്നത്. അതുമാതിരി നമുക്ക് ആരോഗ്യം മെച്ചപ്പെടാനും നല്ല ആരോഗ്യം ഉണ്ടാവാനും പറ്റിയ സമയമായിരിക്കും. നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവാനും ഇതിനൊക്കെ പറ്റിയ സമയമാണ് 6-ലെ ചൊവ്വ കൊണ്ട് മകരം രാശിക്കാർക്ക് പറയുന്നത്. ഒക്ടോബർ 20-ന് ശേഷം ചൊവ്വ 7-ലേക്ക് മാറുന്നുണ്ട്. 7-ലെ ചൊവ്വ കൊണ്ട് ഇവർക്ക് കുറച്ച് തിക്താനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് മകരം രാശിക്കാർക്ക്. കലഹങ്ങൾ ഉണ്ടാവാൻ, വീട്ടിൽ അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്തും കലഹങ്ങൾ ഉണ്ടാവാനും കാര്യങ്ങൾ ചെയ്യുന്നതിന് റിസൾട്ട് ഉണ്ടാവാൻ പറ്റാത്ത സാധ്യതകളുണ്ട്. മേലധികാരികളിലായിട്ട് കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാവാനും അവർ തമ്മിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 7-ലെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുക മകരം രാശിക്കാർക്ക്. മകരം രാശിക്കാർക്ക് ശനി 2-ലാണുള്ളത്. ശനി 2-ലെ ശനി 7.5 ശനിയായിട്ടാണ് മകരം രാശിക്കാർക്കുള്ളത്. വക്രഗതിയിലാണ് ശനി എന്നുള്ളതുകൊണ്ട് പൊതുവേ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. എങ്കിലും 7.5 ശനിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനോദുഃഖങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിനെ അലട്ടാൻ സാധ്യതയുള്ളതായ ഒരു സമയമാണ് പൊതുവേ 7.5 ശനി. പക്ഷേ വക്രഗതിയിലാണ് ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടാവും അതിൻ്റെ എഫക്റ്റിന്. മകരം രാശിക്കാർക്ക് സൂര്യൻ 9-ലും 10-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 17 വരെ 9-ലും ശേഷം 10-ലുമാണ് സഞ്ചരിക്കുന്നത്. 9-ലെ സൂര്യൻ മകരം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. 9-ലെ സൂര്യനെ കൊണ്ട് നമ്മൾ പറയുന്നത് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാവുക, ജോലിയിൽ നമ്മൾ ചെയ്യുന്നതിന് പെർഫോമൻസിന് റിസൾട്ട് ഇല്ലാണ്ടിരിക്കുക, മേലധികാരികളായിട്ട് കലഹങ്ങൾ ഉണ്ടാവാനും നമ്മൾ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവാനും നമ്മളെ പുറത്താക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ചിന്തിക്കുന്ന സമയങ്ങളായിരിക്കും. അതുമാതിരി നമ്മൾ ഈ ജോലി വേണ്ടാന്ന് വെച്ചാൽ വേറെ ജോലി പോവുകയാണെങ്കിൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടും വേറെ അങ്ങടുമില്ലാത്ത അവസ്ഥകളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിറങ്ങുമ്പോൾ അത് നടക്കാൻ തടസ്സങ്ങൾ ഉണ്ടാവുക, അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതൊക്കെ ആയ ഒരു സമയമാണ് 9-ലെ സൂര്യൻ നിൽക്കുന്ന സമയത്ത്. ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ മോശം എഫക്റ്റാണ് സാധാരണ ഉണ്ടാവാറ്. അതുമാതിരി പൊതുവേ ദൈവാധീനം ഭാഗ്യമൊക്കെ കുറഞ്ഞു വരുന്നതായ ഒരു ഫീൽ ഉണ്ടാവും. പൊതുവേ കാര്യങ്ങൾക്കൊക്കെ ഉഷാറ് കുറവ് ഒരു ഫീൽ ഉണ്ടാവും. അതുമാതിരി തന്നെ വിദ്യാർത്ഥികൾ പഠിക്കാൻ മടി കാണിക്കുകയും അവർക്ക് നല്ല റിസൾട്ട് ഇല്ലാത്തതായ ഒരു സിറ്റുവേഷനും ഉണ്ടാവാം. പക്ഷേ ഒക്ടോബർ 17-ന് ശേഷം സൂര്യൻ വളരെ നല്ല സ്ഥാനമായ 10-ലാണ് നിൽക്കുന്നത്. കർമ്മസ്ഥാനത്ത് സൂര്യൻ വരുമ്പോൾ വളരെ നല്ല എഫക്റ്റുകളും വളരെ നല്ല ഫലങ്ങളുമാണ് മകരം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ജോലിയിൽ ഉയർച്ച ഉണ്ടാവും. ജോലിയിൽ നന്നായി പെർഫോം ചെയ്യാനും നല്ല റിസൾട്ടൊക്കെ ഉണ്ടാവും. പ്രൊഫഷണലുകൾക്കൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും പുതിയ മാറ്റങ്ങളും നല്ല റിസൾട്ടോടു കൂടി നല്ല ഉയർച്ചയോടും കൂടി പുതിയ കമ്പനികൾ മാറാനൊക്കെ പറ്റിയ സമയമാണ്. അതുമാതിരി തന്നെ മേലധികാരികളുടെ പ്രശംസ കിട്ടാനും പുതിയ ധനാഗമനത്തിനും ഉള്ള ജോലിയിൽ നിന്ന് ധനാഗമനവും അതുമാതിരി പുതിയ ധനസ്രോതസ്സുകൾ കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്നതായ സമയങ്ങളായിരിക്കും. ആരോഗ്യമൊക്കെ പുഷ്ടിപ്പെടാനും നല്ല മനോധൈര്യവും കാര്യങ്ങൾക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാനുമുള്ള സമയമാണ് 10-ൽ സൂര്യൻ സഞ്ചരിക്കുമ്പോഴായുള്ള സമയം. അതുമാതിരി നമ്മൾ എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും കാര്യവിജയം ഉണ്ടാകുന്നതായൊരു കാണുന്നതായ സമയമാണ് സൂര്യൻ 10-ൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. മകരം രാശിക്കാർക്ക് ബുധൻ 9-ലും 10-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 10 വരെ 9-ലും ശേഷം 10-ലുമാണ് ബുധൻ സഞ്ചരിക്കാൻ പോകുന്നത്. 9-ലെ ബുധൻ മകരം രാശിക്കാർക്ക് മോശം അവസ്ഥകളും ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. ഓൾറെഡി രോഗങ്ങളുള്ളവർക്ക് ആ രോഗം മൂർച്ഛിക്കാനും ഹോസ്പിറ്റൽ വാസത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി യാത്രകളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതായ സമയമാണ്. തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വാഹനം. അതുമാതിരി തന്നെ നമ്മളെക്കുറിച്ച് ആൾക്കാർ മോശമായ കാര്യങ്ങൾ പറയാനും അത് കേൾക്കാനും മനസ്സിന് ദുഃഖങ്ങൾ തോന്നാനും സാധ്യതയുള്ളതായൊരു സമയമാണ് ഭാഗ്യസ്ഥാനമായ 9-ൽ ബുധൻ നിൽക്കുമ്പോൾ. ഒക്ടോബർ 10-ന് ശേഷം ബുധൻ കർമ്മസ്ഥാനമായ 10-ലേക്ക് മാറും. 10-ലേക്ക് മാറുമ്പോൾ വളരെ നല്ല ഇഫക്റ്റുകളാണ് ഫലങ്ങളുമാണ് മകരം രാശിക്കാർക്ക് ബുധനെ കൊണ്ട് ഉണ്ടാവുക. ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാവാനും ഭാഗ്യം ഉണ്ടാവാനും അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല റിസൾട്ട് ഉണ്ടാവാനും മത്സര പരീക്ഷകൾക്ക് ജയിക്കാനും ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാനും സാധ്യതയുള്ളൊരു സമയമാണ് ബുധൻ 10 നിൽക്കുമ്പോൾ. അതുമാതിരി പുറത്തൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, വിദേശത്തേക്ക് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റാനും UK-ലേക്കോ ഇവിടേക്കൊക്കെ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാനും സാധ്യതയുള്ള സമയമായിരിക്കും. മകരം രാശിക്കാർക്ക് വ്യാഴം 5-ലാണ് നിൽക്കുന്നത്. 5-ലെ വ്യാഴം മകരം രാശിക്കാർക്ക് നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. പൊതുവെ വിവാഹമൊക്കെ നടക്കാൻ കാലങ്ങളായിട്ട് നടക്കാതിരുന്നതായ ആളുകൾക്ക് നടക്കാൻ സാധ്യതയുള്ളതായ ഒരു സമയമാണ്. അതുപോലെ തന്നെ പുതിയ പ്രോപ്പർട്ടി വാങ്ങാനും വീട് വയ്ക്കാനൊക്കെ പറ്റിയ സമയമാണ്. ഓൾറെഡി ഉള്ള വീട് മോടി പിടിപ്പിക്കാനും അതുമാതിരി ആഡംബരമായ കാര്യങ്ങൾ ചെയ്യാനും പറ്റിയ സമയമാണ്. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാനും ജോലി കിട്ടാനൊക്കെ പറ്റിയ സമയമാണ്. ബന്ധുക്കളും അതുമാതിരി കൂട്ടുകാരൊക്കെ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ കാരണം ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതായ സമയമാണ്. ധനപരമായി നല്ല ലാഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാവാനും ക്രയവിക്രയങ്ങളൊക്കെ നടക്കുന്നതിൽ നിന്ന് ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതായ ഒരു സമയമാണ് 5-ൽ വ്യാഴം നിൽക്കുമ്പോൾ. സന്താനപരമായ സൗഖ്യങ്ങളും സന്തോഷവും ഉണ്ടാവും. സന്താനങ്ങൾ കാരണം സുഖവും സന്തോഷവും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ആ കാര്യം നടത്തിയെടുക്കാൻ പറ്റാവുന്ന ഒരു സാധ്യതയുള്ള സമയമാണ് 5-ലെ വ്യാഴം എന്ന് പറയുന്നത്. പക്ഷേ ഒക്ടോബർ 9 മുതൽ വ്യാഴം വക്രത്തിലേക്ക് പോവുകയാണ്. വക്രത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ ഈ ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. അതായത് ഈ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്കൊരു കുറവുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മകരം രാശിക്കാർക്ക് ശുക്രൻ 10-ലും 11-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 12 വരെ 10-ലും ശേഷം 11-ലേക്കുമാണ് മാറുന്നത്. 10-ലെ ശുക്രൻ മകരം രാശിക്കാർക്ക് വളരെ മോശമായ ഫലങ്ങളായിരിക്കും നൽകുക. ജോലി സ്ഥലത്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ജോലി സ്ഥലത്തുകൾ അസ്വസ്ഥതകൾ ഉണ്ടാവും. അതുമാതിരി കൂടിയുള്ള ആൾക്കാരുടെ സഹകരണം ഇല്ലാണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അവർ നമുക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ശത്രുക്കൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നത് ഫലം കാണാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ശുക്രൻ 10-ൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിനെ അലട്ടാനും ദുഃഖം തോന്നാനും സാധ്യതയുള്ള സമയമാണ്. ധനപരമായി വരവിന് കൂടുതലായ ചിലവുകൾ നടക്കാൻ സാധ്യതയുള്ളതായൊരു സമയമാണ്. വിചാരിച്ചതായ സ്ഥലങ്ങളിൽ നിന്ന് ധനാഗമനം വരാൻ സാധ്യതയില്ലാത്തതായൊരു സമയമാണ്. ധനപരമായും ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങളും ഫീൽ ചെയ്യാൻ പറ്റുന്നതായൊരു സമയമാണ്. ലോണുകളും EMI ഒക്കെ എടുക്കാൻ സാധ്യതയുള്ളതായൊരു സമയമാണ് ശുക്രൻ 10-ൽ നിൽക്കുമ്പോൾ. പക്ഷെ ഒക്ടോബർ 12-ന് ശേഷം ശുക്രൻ 11-ലേക്കാണ് മാറുന്നത്. 11-ലെ ശുക്രൻ വളരെ നല്ല ഫലങ്ങളാണ് മകരം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. പൊതുവെ ഒരു ഉഷാറും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. വാഹനമൊക്കെ വാങ്ങാൻ പറ്റിയ സമയമാണ്. അതുമാതിരി പ്രോപ്പർട്ടിയൊക്കെ വാങ്ങാൻ പറ്റിയ സമയമാണ്. ധനാഗമനം ധാരാളം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ധനാഗമനത്തിൻ്റെ പുതിയ സ്രോതസ്സുകൾ കണ്ടുപിടിക്കാനും നടത്തിയെടുക്കാനും ധനജയം ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. പൊതുവെ കാര്യങ്ങളിലൊക്കെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഊർജ്ജസ്വലത ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ജോലിയിലൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റിയ സമയമാണ്. കലാകായിക രംഗങ്ങളിലുള്ളവർക്ക് വളരെ നല്ല സമയമാണ്. അവരർഹിക്കുന്നതായ സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ഇതെല്ലാമാണ് മകരക്കൂറുകാരുടെ ഒക്ടോബർ മാസഫലം പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. കുംഭം രാശിക്കാരുടെ ഒക്ടോബർ മാസഫലമാണ് ഇവിടെ പറയുന്നത്. കുംഭം രാശിക്കാർക്ക് ഒക്ടോബറിൽ ചൊവ്വ 5-ലും 6-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 20 വരെ 5-ലും ശേഷം 6-ലുമാണ് ചൊവ്വ മാറുന്നത്. 5-ലെ ചൊവ്വ മോശം ഫലങ്ങളായിരിക്കും കുംഭം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. സന്താനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും കാര്യങ്ങളും ഉണ്ടാവുന്നതായൊരു സമയമാണ് 5-ൽ ചൊവ്വ നിൽക്കുമ്പോൾ. പൊതുവെ അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ച് ദുഃഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമായിരിക്കും. അതുമാതിരി ഭൂമിപരമായ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ ദോഷം വരുന്ന സമയമായിരിക്കും. ചൊവ്വ 5-ൽ നിൽക്കുന്നതായ സമയത്ത് നമുക്ക് കിട്ടാനുള്ള പൂർവിക സ്വത്തൊക്കെ കിട്ടാൻ ഡിലേ വരിക കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായൊരു സമയമായിരിക്കും ചൊവ്വ 5-ൽ നിൽക്കുന്നതായൊരു സമയത്ത്.
അതുമാതിരി വിദ്യാർത്ഥികൾക്കൊക്കെ അലസത വരാനും അവർക്ക് പഠിക്കാൻ അലസതയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും. അവർ വിചാരിച്ച അത്ര റിസൾട്ടും കാര്യങ്ങളും കിട്ടാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സമയമായിരിക്കും ചൊവ്വ 5-ൽ നിൽക്കുന്ന ഒരു സമയത്ത്. ഇത് തന്നെയായിരിക്കും ജോലി സ്ഥലത്തും ഉണ്ടാവുക. ജോലി സ്ഥലത്തും പെർഫോമൻസൊക്കെ മോശമായ രീതിയിൽ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 5-ൽ ചൊവ്വ നിൽക്കുന്നതായ സമയത്ത്. ഒക്ടോബർ 20-ന് ശേഷം ചൊവ്വ 6-ലേക്ക് മാറുന്നതാണ്. 6-ലെ ചൊവ്വ വളരെ നല്ല ഫലങ്ങളാണ് ഇവർക്ക് നൽകാൻ പോകുന്നത്. ശത്രുക്കൾ നമുക്ക് എതിരായി ചെയ്യുന്നതെല്ലാം ഫലം കാണാതിരിക്കുക, ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന സാഹചര്യം ഉണ്ടാവുക, മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, ധനാഗമനങ്ങൾ ധാരാളം ഉണ്ടാവുക, ക്രയവിക്രയങ്ങൾ ഭൂമിപരമായി നടത്തുന്നത് നല്ല റിസൾട്ട് ഉണ്ടാവുക, നമുക്ക് പൂർവികമായി ഭൂസ്വത്ത് കിട്ടാനുള്ളതൊക്കെ കിട്ടുക, അതുമാതിരി വിവാഹമൊക്കെ വൈകിയവർക്ക് നടക്കാൻ സാധ്യതയുള്ള സമയങ്ങൾ, നമ്മുടെ സന്താനങ്ങളെ കൊണ്ടൊക്കെ നല്ല വാർത്തകൾ കേൾക്കാനും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് 6-ൽ ചൊവ്വ നിൽക്കുമ്പോൾ സാധ്യതയുള്ള സമയം. അതുമാതിരി തന്നെ ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നതായ ആളുകൾക്ക് വീട് വയ്ക്കാനും വീട് പുതുക്കാനൊക്കെ പറ്റിയ സമയമാണ് ചൊവ്വ 6-ൽ നിൽക്കുന്നതായ സമയം എന്ന് പറയുന്നത്. കുംഭം രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 8-ലും 9-ലുമായിട്ടാണ് ഒക്ടോബറിൽ നിൽക്കുന്നത്. 8-ലെ ബുധൻ വളരെ നല്ല ഫലങ്ങളാണ് കുംഭം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. ബുധൻ എന്ന് പറയുന്നത് വിദ്യയുടെ കാരകനാണ്. സ്വാഭാവികമായും 8-ൽ ബുധൻ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് വിദ്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പഠിത്തത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയ സമയമാണ്. അതുമാതിരി ഉപരിപഠനത്തിന് വിദേശത്തും UK-ലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണ് 8-ൽ ബുധൻ നിൽക്കുമ്പോൾ. അത് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റിയൊരു സമയമാണ്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതായ സമയമാണ്. പഠിത്തം ഇടയിൽ വെച്ച് നിർത്തിയവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ബുധൻ 8-ൽ നിൽക്കുന്നതായ സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോലിയിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതായ ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ പാസ്സാവാനും ജോലിയൊക്കെ കിട്ടാനും പറ്റിയതായ സമയമാണ്. പ്രൊഫഷണൽസ് IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ പാക്കേജോടുകൂടി പുതിയ കമ്പനികളിലേക്കൊക്കെ മാറാൻ പറ്റിയ സമയമാണ് ബുധൻ 8-ൽ നിൽക്കുമ്പോൾ. പുതിയ ധനാഗമനമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ കുടുംബത്തിലൊക്കെ ഒരു സ്വാരസ്യവും അതുമാതിരി മനസ്സിന് സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ബുധൻ 8-ൽ നിൽക്കുമ്പോൾ എന്ന് നമ്മൾ പറയാം. പിന്നെ ശേഷം ബുധൻ പോകുന്നത് 9-ലേക്കാണ്. അത് കുറച്ച് തിക്താനുഭവങ്ങൾ കുംഭം രാശിക്കാർക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. പൊതുവെ ചില്ലറ മോശ ഫലങ്ങൾ ഉണ്ടാക്കും, മനസ്സിന് അസ്വസ്ഥമായ ചില കാര്യങ്ങൾ ഉണ്ടാവും, അനാവശ്യമായ യാത്രകൾ ഉണ്ടാവും, അതുവഴി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, രോഗപീഠകളാൽ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്, ചില രോഗങ്ങളൊക്കെ പിടിപെടാം, ദൈനംദിന ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ ഇതുമാതിരിയുള്ളതൊക്കെ പിടിപെടാൻ സാധ്യതയുള്ള സമയമാണ് ബുധൻ 9-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി ഭാഗ്യസ്ഥാനമാണ് 9. ഭാഗ്യം പൊതുവെ കുറഞ്ഞു വരാൻ ഈശ്വരാധീനം ഒന്ന് കുറഞ്ഞു വരുന്നതായ ഫീൽ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 1-2 വട്ടം ചെയ്യുമ്പോൾ മാത്രമേ ശരിയാവുന്നുള്ളൂ എന്നുള്ള സാഹചര്യങ്ങൾ വരിക. പൊതുവേ ബുധൻ 9-ൽ നിൽക്കുമ്പോൾ വിദ്യാപരമായിട്ടും ജോലിയിലും അതുമാതിരി ഭാഗ്യത്തിലൊക്കെ കുറഞ്ഞ് സാധ്യതയുള്ള ഒരു സമയമാണ് ബുധൻ 9-ൽ നിൽക്കുമ്പോൾ കുംഭം രാശിക്കാർക്ക്. കുംഭം രാശിക്കാർക്ക് ശനി ജന്മത്തിലാണ്. ജന്മത്തിലെ ശനി 7 ശനിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ 7 ശനി കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ രോഗപീഠകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അതുമാതിരി ധനപരമായ പാഴ്ചെലവുകൾ ഉണ്ടാവുക, വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങൾ, മനസ്സിന് അനിഷ്ടമായ കാര്യങ്ങൾ ഉണ്ടാവാനും മനസ്സിന് ദുഃഖം ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. പക്ഷേ ശനി ഇപ്പോൾ വക്രത്തിലെ ശനി ആയതുകൊണ്ട് ഇതിനൊക്കെ ഒരു കുറവുണ്ടാവും. പൊതുവേ ഒരു എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കും. ശനി കൊണ്ടുള്ള ദോഷങ്ങൾ വക്രത്തിലായതുകൊണ്ട് ശനി ദോഷങ്ങളൊക്കെ പൊതുവേ ഈ സമയത്ത് കുറവായിരിക്കും. കുംഭം രാശിക്കാർക്ക് സൂര്യൻ 8-ലും 9-ലായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. 8-ലും 9-ലും സൂര്യൻ നിൽക്കുമ്പോൾ അത് മോശം ഫലങ്ങളാണ് നൽകുക. 8-ലെ സൂര്യനെ കൊണ്ട് ഇവർക്ക് അസുഖങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഉണ്ടായിരുന്നില്ലാത്തതായ അസുഖങ്ങൾ പുതിയതായിട്ട് വരാൻ, അപ്രതീക്ഷിതമായി വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുമാതിരി അനാവശ്യമായ ചിലവുകൾ വരാനും വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാനും, നമ്മൾ വിചാരിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് വിചാരിച്ച രീതിയിൽ പൈസകൾ കിട്ടാനുള്ളത് കിട്ടാണ്ടിരിക്കാൻ സാധ്യതയുള്ളതായ ഒരു സമയമൊക്കെയാണ്. നമുക്ക് കിട്ടാനുള്ളതൊക്കെ തടഞ്ഞു വയ്ക്കുന്നതായ ഒരു സമയമാണ് സൂര്യൻ 8-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാവുക, വാക്തർക്കങ്ങൾ ഉണ്ടാവുക, പൊതുവേ തല്ലൂടാനുള്ളൊരു ടെൻഡൻസിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായ ഒരു സമയമാണ് സൂര്യൻ 8-ൽ നിൽക്കുമ്പോൾ.
പിന്നീട് ഭാഗ്യസ്ഥാനമായ 9-ലേക്കാണ് സൂര്യൻ പോകുന്നത്. ഭാഗ്യം സ്ഥാനത്ത് നിൽക്കുമ്പോഴും സൂര്യൻ നിൽക്കുമ്പോഴും മോശം ഫലങ്ങളാണ് നൽകുക. ഭാഗ്യം കുറയുന്നതായിട്ടും ദൈവാധീനം കുറയുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. കാര്യങ്ങൾക്കൊക്കെ ഒരു വിഘ്നം ഉണ്ടാവുന്നതായ സിറ്റുവേഷൻ ഉണ്ടാവും, കാര്യവിഘ്നം ഉണ്ടാവുക. അതുമാതിരി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതായ കാര്യങ്ങളിൽ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടാണ്ടിരിക്കുക, അതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് സൂര്യൻ 9-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. പൊതുവേ കുംഭം രാശിക്കാർക്ക് ഒക്ടോബറിൽ സൂര്യനെ കൊണ്ട് കുറച്ച് മോശം ഫലങ്ങളായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കുംഭം രാശിക്കാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് 4-ലൂടെയാണ്. 4-ലെ വ്യാഴം അവർക്ക് മോശം ഫലങ്ങളായിരിക്കും നൽകുക. പൊതുവേ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമായിരിക്കും. ജോലിയൊക്കെ വിദേശത്ത് ജോലിയുള്ളവരാണെങ്കിൽ ജോലി പോകാനും നാട്ടിൽ വരാനൊക്കെ സാധ്യതയുള്ളതായൊരു സമയമാണ്. അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവാനും പാഴ്ചെലവുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി തന്നെ നമ്മൾ വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴം 4-ൽ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ കല്യാണം കഴിയാത്തതായ ആളുകളാണെങ്കിൽ ആലോചനകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നീണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴം 4-ൽ നിൽക്കുന്നതായൊരു സമയം. പൊതുവേ 4-ലെ വ്യാഴം കുംഭം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും നൽകുക. വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ ഇത് കുറയുന്നതായൊരു സമയമായിരിക്കും വ്യാഴം 4-ൽ നിൽക്കുന്നതായ സമയം എന്ന് പറയുന്നത്. പക്ഷേ ഒക്ടോബർ 9-ന് ശേഷം വക്രത്തിലേക്ക് വ്യാഴം കയറുകയാണ്. വക്രത്തിലെ വ്യാഴത്തിനെ കൊണ്ട് കുംഭം രാശിക്കാർക്ക് നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അവർക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമായിരിക്കും ഒക്ടോബർ 9-ന് ശേഷം വക്രത്തിലേക്ക് വ്യാഴം വരുമ്പോൾ. അവർ മോശ ഫലങ്ങളിൽ നിന്ന് മാറി നല്ലതിലേക്ക് വരും എന്നുള്ളതാണ്. കുടുംബത്തിലൊക്കെ സ്വാരസ്യങ്ങൾ ഉണ്ടാവും. അതുമാതിരി ദുഃഖങ്ങളൊക്കെ അകന്നു പോകാനും രോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കുന്നവരുണ്ടെങ്കിൽ ആ രോഗങ്ങളൊക്കെ മാറിപ്പോകാനും സാധ്യതയുള്ള സമയമാണ് ഒക്ടോബർ 9-ന് ശേഷം വ്യാഴം വക്രത്തിൽ കയറുമ്പോൾ. ഇവർക്ക് ശുഭഫലങ്ങളായിരിക്കും പിന്നെ നൽകുക വ്യാഴം. കുംഭം രാശിക്കാർക്ക് ശുക്രൻ 9-ലും 10-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 12 വരെ 9-ലും ശേഷം 10-ലുമാണ് സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 12 വരെ 9-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ കുംഭം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും നൽകുക. ഭാഗ്യസ്ഥാനമായ 9-ൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യം വളരെയധികം കൂടുന്നതായി തോന്നാം. അതുമാതിരി ദൈവാധീനമൊക്കെ കൂടുന്നതായിട്ടും വളരെ നല്ല ഫലങ്ങളും കിട്ടാം. ധനാഗമനം ധാരാളമായിട്ട് ഉണ്ടാവുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ധനാഗമനങ്ങൾ ഉണ്ടാവുക. പുതിയ ധനസ്രോതസ്സുകളൊക്കെ കണ്ടെത്താൻ കഴിയുക. പുതിയ ജോലി കണ്ടെത്താൻ കഴിയുക. അതുമാതിരി ധനത്തിൽ ഉയർച്ച ഉണ്ടാവുക. അത് സ്വാഭാവികമായും വീട്ടിലും നല്ല സ്വാരസ്യങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല സ്വാരസ്യം ഉണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും പറ്റിയതായൊരു സമയമാണ് ശുക്രൻ 9-ൽ നിൽക്കുമ്പോഴുള്ള സമയം എന്ന് പറയുന്നത്. പുതിയ വീട് വാങ്ങാനും വാഹനം വാങ്ങാനൊക്കെ പറ്റിയൊരു സമയമാണ് ശുക്രൻ 9-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. ശേഷം ശുക്രൻ കർമ്മസ്ഥാനമായ 10-ലേക്ക് മാറുകയാണ് ഒക്ടോബർ 12-ന് ശേഷം. 10-ലെ ശുക്രൻ എന്ന് പറയുന്നത് വളരെ മോശം ഫലങ്ങളായിരിക്കും കുംഭം രാശിക്കാർക്ക് നൽകുക. ജോലിയിലൊക്കെ അവർക്ക് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടും പെർഫോമൻസൊക്കെ കുറയുന്ന ഒരു സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റാത്ത സമയമായിരിക്കും. പൊതുവെ കർമ്മസ്ഥാനങ്ങളിൽ കർമ്മപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. അതുമാതിരി ട്രാൻസ്ഫറൊക്കെ കിട്ടാനും നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി മാറിപ്പോകാനും അതുമാതിരി ഓഫീസിൽ മേലധികാരികളുടെ ചീത്ത കേൾക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ശുക്രൻ 10-ൽ നിൽക്കുമ്പോൾ ഉള്ള സമയം എന്ന് പറയുന്നത്. അതുമാതിരി വിവാഹമൊക്കെ കഴിയാത്തവരുടെ വീണ്ടും വിവാഹം വൈകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നമ്മളെക്കുറിച്ച് ആൾക്കാർ മോശം കാര്യങ്ങളൊക്കെ പറയാൻ സാധ്യതയുള്ളൊരു സമയമാണ് ശുക്രൻ 10-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. പൊതുവേ നമുക്കൊരു ഊർജ്ജം കുറയുന്നതായിട്ടും അതുമാതിരി ശക്തി കുറയുന്നതായിട്ടും മനസ്സിന് ധൈര്യം കുറയുന്നതായിട്ടും ഒക്കെ തോന്നാൻ സാധ്യതയുള്ളൊരു സമയമാണ് ശുക്രൻ 10-ൽ നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. ഇതാണ് കുംഭം രാശിക്കാരുടെ ഒക്ടോബർ മാസഫലം പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. മീനം രാശിക്കാരുടെ ഒക്ടോബർ മാസഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. മീനം രാശിക്കാർക്ക് വ്യാഴം 3-ലാണ് നിൽക്കുന്നത്. 3-ലെ വ്യാഴം ഇവർക്ക് വളരെ മോശമായ ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്. പൊതുവെ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും കാര്യത്തിൽ തടസ്സമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. രോഗപീഠകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി ഓൾറെഡി രോഗങ്ങളുള്ളവർക്ക് രോഗം മൂർച്ഛിക്കാനും ഹോസ്പിറ്റൽ വാസത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ് വ്യാഴം 3-ൽ നിൽക്കുമ്പോൾ. ജോലി സ്ഥലത്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും കൂടെയുള്ള സഹപ്രവർത്തകർ സഹകരിക്കാത്തതായ ഒരു സാധ്യത ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 3-ൽ വ്യാഴം നിൽക്കുമ്പോഴുള്ള സമയം.
അതുമാതിരി ബിസിനസ്സിലൊക്കെ പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നതായി തോന്നുന്നതായ സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മടി കാണിക്കുകയും വിദ്യാർത്ഥികൾക്ക് അവർ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടാതിരിക്കുന്നതായ ഒരു സമയമാണ് വ്യാഴം 3-ൽ നിൽക്കുന്നതായ സമയം എന്ന് പറയുന്നത്. അനാവശ്യമായ യാത്രകൾ ഉണ്ടാവുകയും എന്നാൽ റിസൾട്ടൊന്നും കിട്ടാതിരിക്കുകയും ചെയ്യുക. അതുമാതിരി യാത്രാ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വ്യാഴം 3-ൽ നിൽക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. നമ്മുടെ വാക്കുകൾ മൂലം അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാവുക, തല്ല് വഴക്കുകളൊക്കെ ഉണ്ടാവുക, മിത്രങ്ങൾ ശത്രുക്കളായി മാറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വ്യാഴം 3-ൽ നിൽക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കേസ് വഴക്ക് വ്യവഹാരങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് വ്യാഴം 3-ൽ നിൽക്കുമ്പോൾ. ഒക്ടോബർ 9 മുതൽ വ്യാഴം വക്രദിശയിലാണ് സഞ്ചരിക്കുന്നത്. വക്രത്തിലുള്ള വ്യാഴം വളരെ നല്ല ഫലങ്ങൾ മീനം രാശിക്കാർക്ക് നൽകുന്നതായിരിക്കും. പൊതുവിനെ സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും. ജോലിയിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും, കർമ്മത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറും, കാര്യവിജയമൊക്കെ ഉണ്ടാവും, ധനനഷ്ടമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി ധനാഗമനമൊക്കെ കൂടും, ആരോഗ്യമൊക്കെ മെച്ചപ്പെടും, രോഗാവസ്ഥയിൽ നിന്നൊക്കെ മാറും. പൊതുവെ 3-ലുള്ള വ്യാഴത്തിൻ്റെ ആ മോശം ഫലങ്ങളെല്ലാം ഒക്ടോബർ 9-ൽ വ്യാഴം വക്രത്തിൽ കയറുന്നതോടുകൂടി മീനം രാശിക്കാർക്ക് നല്ല ഫലങ്ങളായിരിക്കും കിട്ടുക. PSC ഒക്കെ എഴുതുന്നവർക്ക് കിട്ടാൻ സാധ്യതയുള്ള സമയമായിരിക്കും. പൊതുവെ നല്ല സമയവും സുഖവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും വ്യാഴം വക്രത്തിൽ 9-ൽ കയറുമ്പോൾ മീനം രാശിക്കാർക്ക്. മീനം രാശിക്കാർക്ക് ശുക്രൻ 8-ലും 9-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഇത് വളരെ നല്ല ഫലങ്ങളാണ് മീനം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. ശുക്രൻ 8-ൽ നിൽക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളുണ്ടാവില്ല, വലിയ ദോഷം ഉണ്ടാവില്ല, വലിയ ഗുണം ഉണ്ടാവില്ല, വലിയ കുഴപ്പമില്ലാത്ത ഇതുകളാണ് ഉണ്ടാക്കുക. 9-ൽ മാറിക്കഴിഞ്ഞാൽ, ശുക്രൻ 9-ലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ വളരെ നല്ല ഫലങ്ങളാണ് മീനം രാശിക്കാർക്ക് നൽകുക. ധനാഗമനമൊക്കെ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. പുതിയ വീട് വാങ്ങാനും വീട് വയ്ക്കാനും അതുമാതിരി വീട് മൂടി പിടിപ്പിക്കാനൊക്കെ പറ്റിയ സമയമാണ്. അതുമാതിരി പുതിയ വാഹനങ്ങൾ വാങ്ങാനും സന്തോഷത്തിന് വിനോദയാത്രകളൊക്കെ ചെയ്യാനും കുടുംബവുമായിട്ട് സന്തോഷമായിട്ടാണ് ചേർന്ന് പോകാനൊക്കെ പറ്റിയ സമയമാണ് ശുക്രൻ 9-ൽ നിൽക്കുമ്പോൾ. ഭാഗ്യസ്ഥാനമായ 9-ൽ ശുക്രൻ നിൽക്കുമ്പോൾ ഭാഗ്യമൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം, ഈശ്വരാധീനമൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. നമ്മൾ അപ്രതീക്ഷിതമായ പല നല്ല കാര്യങ്ങളും ഉണ്ടാവുക, അപ്രതീക്ഷിതമായ രീതിയിൽ ധനാഗമനം ഉണ്ടാവുക, അപ്രതീക്ഷിതമായി പുതിയ ജോലി കിട്ടുക, അതുമാതിരി കൂട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ട് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ചില നല്ലതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതെല്ലാം 9-ലെ ശുക്രനെ കൊണ്ട് മീനം രാശിക്കാർക്ക് കിട്ടുന്നതായിരിക്കും. മീനം രാശിക്കാർക്ക് ശനി 12-ലാണ് നിൽക്കുന്നത്. 12-ലെ ശനി ഇവർക്ക് മോശം സമയം കുറച്ച് നൽകുന്നതായിരിക്കും. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ധനപരമായി ലോൺ എടുക്കേണ്ടി വരുന്നതായ അവസ്ഥകളൊക്കെ ഉണ്ടാവാം, ചില്ലറ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നതായ അവസ്ഥകൾ ഉണ്ടാവാം, അനാവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിന് ദുഃഖങ്ങൾ ഉണ്ടാവുന്നതായ സമയമൊക്കെ ഉണ്ടാവും. പക്ഷേ ശനി ഇപ്പോൾ വക്രത്തിലായതുകൊണ്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല, ശുഭഫലങ്ങളായിരിക്കും നൽകുക, ധനാഗമനമായിരിക്കും ഉണ്ടാവുക, അതുമാതിരി ആരോഗ്യം മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങളാവും ഉണ്ടാവുക. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളുണ്ട്, വക്രത്തിലായതുകൊണ്ട് കുഴപ്പങ്ങൾ അധികം ഉണ്ടാക്കില്ല. മീനം രാശിക്കാർക്ക് സൂര്യൻ 7-ലും 8-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 17 വരെ 7-ലും ശേഷം 8-ലുമാണ് സഞ്ചരിക്കുന്നത്. 7-ലെ സൂര്യൻ മോശം ഫലങ്ങളാണ് മീനം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുക, കാമുകന്മാരായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക, നമ്മുടെ പാർട്ട്ണർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുക, അങ്ങനെ പല കാര്യങ്ങളാലും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് സൂര്യൻ 7-ൽ നിൽക്കുമ്പോൾ. അതുമാതിരി തന്നെ നമുക്ക് രോഗാവസ്ഥകൾ ഉണ്ടാവുക, കൂട്ടുകാരായിട്ട് കലഹങ്ങൾ ഉണ്ടാവുക, പൊതുവേ വീട്ടിലും നാട്ടിലൊക്കെ ഒരു അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് സൂര്യൻ 7-ൽ നിൽക്കുമ്പോൾ. പിന്നെ ഒക്ടോബർ 17-ന് ശേഷം സൂര്യൻ 8-ലേക്കാണ് മാറുന്നത്. 8-ലെ സൂര്യനും മോശമായ അവസ്ഥകളാണ് മീനം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവും, വരവിൽ കവിഞ്ഞതായ ചിലവുകൾ ഉണ്ടാവും, അതുമാതിരി യാത്രാപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലങ്ങളിലൊക്കെ വഴക്കുകൾ ഉണ്ടാവാനും മേലധികാരികളിൽ നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടാവാനും സാധ്യതയുള്ളൊരു സമയമാണ്. പുതിയ ജോലിയൊക്കെ കിട്ടാൻ താല്പര്യമുള്ളവർക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുള്ള സമയമാണ്. വിവാഹമൊക്കെ നോക്കുന്നതായ ആളുകൾക്ക് വിവാഹം നോക്കുന്നത് നീണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് സൂര്യൻ 8-ൽ നിൽക്കുമ്പോൾ. പൊതുവെ ധനച്ചെലവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും സൂര്യൻ 8-ൽ നിൽക്കുമ്പോൾ. മീനം രാശിക്കാർക്ക് ചൊവ്വ 4-ലും 5-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 20 വരെ 4-ലും ശേഷം 5-ലേക്കുമാണ് മീനം രാശിക്കാർക്ക് ചൊവ്വ സഞ്ചരിക്കാൻ പോകുന്നത്. 4-ലെ ചൊവ്വ മീനം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും നൽകാൻ പോകുന്നത്.
ശത്രുക്കളൊക്കെ കൂടി വരുന്നതായിട്ട് കാണാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. പ്രോപ്പർട്ടിപരമായി ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ നഷ്ടം വരുന്നതായി കാണാൻ പറ്റുന്നതായിരിക്കും. അതുമാതിരി വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നീണ്ടുപോകാൻ സാധ്യതയുള്ള സമയമായിരിക്കും. നമുക്ക് പൂർവികമായ സ്വത്തുക്കൾ ഇതൊക്കെ കിട്ടാൻ കുറച്ച് തടസ്സങ്ങളൊക്കെ കാണാൻ പോകുന്ന സമയമായിരിക്കും 4 ചൊവ്വ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതുമാതിരി നമ്മുടെ ശത്രുക്കൾ നമുക്ക് ചെയ്യുന്നതായ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നതായി കാണുന്ന ഒരു സമയമായിരിക്കും. അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവാനും ഇതിനൊക്കെ പറ്റിയ സമയമായിരിക്കും. നമ്മളെക്കുറിച്ച് ആൾക്കാർ അപവാദമൊക്കെ പറയാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ചൊവ്വ 4 നിൽക്കുമ്പോൾ. ഒക്ടോബർ 20 ശേഷം ചൊവ്വ 5 പോകുന്നത്. 5 ചൊവ്വയും മീനം രാശിക്കാർക്ക് മോശം ഫലങ്ങളായിരിക്കും നൽകുക. സന്താനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ആരോഗ്യം, സന്താനങ്ങളെ കൊണ്ട് വഴക്ക്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ് 5 ചൊവ്വ നിൽക്കുന്നതായ സമയം. അതുപോലെ തന്നെ നമുക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഹോസ്പിറ്റൽ വാസവും ഇതുമൊക്കെ വേണ്ടി വരുന്നതായ ചെറിയ കാര്യങ്ങൾക്കായിരിക്കാം, എന്നാലും അത് വേണ്ടി വരുന്നതായ ഒരു സമയം വരിക. അതുവഴി ധാരാളം ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതൊക്കെ ആയ ഒരു സമയമാണ് ചൊവ്വ 5 നിൽക്കുമ്പോൾ ഉണ്ടാവാൻ പോകുന്നത് മീനം രാശിക്കാർക്ക്. മീനം രാശിക്കാർക്ക് ബുധൻ 7-ലും 8-ലുമായിട്ടാണ് ഒക്ടോബറിൽ സഞ്ചരിക്കുന്നത്. ഒക്ടോബർ 9 വരെ 7-ലും ശേഷം 8-ലുമാണ് മീനം രാശിക്കാർക്ക് സഞ്ചരിക്കുന്നത് ബുധൻ. 7-ലെ ബുധൻ മോശം ഫലങ്ങളായിരിക്കും മീനം രാശിക്കാർക്ക് നൽകാൻ പോകുന്നത്. ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ജോലി കിട്ടാൻ മോശം സമയമായിരിക്കും. അതുമാതിരി മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് കൂടുതൽ പരിശ്രമിച്ചാൽ മാത്രമേ കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യയിൽ ബുദ്ധിമുട്ട് വരുന്നതായ സാഹചര്യങ്ങളുണ്ടാവും. വിദ്യാപരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. നമ്മളെന്ത് കർമ്മത്തിന് ഇറങ്ങുമ്പോഴും അത് 2-3 വട്ടം ചെയ്യേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബുധൻ 7-ൽ നിൽക്കുന്നത് കൊണ്ട് മീനം രാശിക്കാർക്ക്. ഒക്ടോബർ 9 ശേഷം ബുധൻ 8-ലേക്കാണ് മീനം രാശിക്കാർക്ക് സഞ്ചരിക്കാൻ പോകുന്നത്. 8-ലെ ബുധനെ കൊണ്ട് മീനം രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ആരോഗ്യമൊക്കെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലൊക്കെ പ്രോഫിറ്റ് വളരെയധികം കൂടുന്നതായി തോന്നാൻ പറ്റും. ജോലിയൊക്കെ പുതിയത് കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മത്സര പരീക്ഷകളൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. 8-ലെ ബുധനെ കൊണ്ട് കാര്യവിജയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ വളരെ നല്ല രീതിയിൽ പോകാൻ സാധ്യതയുള്ള സമയമാണ്. വിദേശത്തൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ബുധൻ 8-ൽ നിൽക്കുന്നതായ സമയത്ത്. അതുമാതിരി UK-ലേക്കും ഇതൊക്കെ വിദേശത്ത് പഠിക്കാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ക്ലിയറൻസൊക്കെ കിട്ടാനും പോകാൻ പറ്റാനും പറ്റിയ ഒരു സമയമാണ് ബുധൻ 8-ൽ നിൽക്കുമ്പോൾ മീനം രാശിക്കാർക്ക്. ഇതാണ് മീനം രാശിക്കാരുടെ ഒക്ടോബർ മാസഫലം പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ പുതിയ ജ്യോതിഷ വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.